എന്ന് പറഞ്ഞാൽ ഒരാളിങ്ങനെ എറിഞ്ഞപ്പോ മറ്റോ മതിലിന്റെ അപ്പുറത്ത് തലാങ്ങ് പൊക്കി. അപ്പൊ എന്തായി? മലയാളത്തിൽ നമ്മൾ സാധാരണ പറയല്ലോ, തേങ്ങ വീണ് മുയല് ചത്തു, ചക്ക വീണ് മുയല് ചത്തു എന്നൊക്കെ. അതേമാതിരി ഇത് നടക്കണ സമയത്ത് വേറൊരു സംഭവം ഉണ്ടായി. ഈ കോഴിക്കോട് പന്നിയങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് സുലൈഖ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ രവി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കുത്തിക്കൊന്നു. എന്താ കൊല്ലാനുള്ള കാരണം? പ്രേമനൈരാശ്യമാണ്. സുലൈഖയെ രവി പ്രേമിച്ചിരുന്നു. അപ്പൊ നമ്മളെ മുസ്ലിംമാര് പ്രസംഗിക്കാൻ തുടങ്ങി, നമ്മളെ സുലൈഖ എന്നുള്ള പെണ്ണ് രവിക്ക് കത്തെഴുതിയില്ലേ? എന്തുകൊണ്ടാ കത്തെഴുതിയത്? കയ്യെഴുത്ത് പഠിച്ചോണ്ടല്ലേ. കയ്യെഴുത്ത് പഠിച്ചാൽ നമ്മളെ പെൺകുട്ടികള് അമുസ്ലിം ചെറുപ്പക്കാർക്ക് കത്തെഴുതും. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, കയ്യെഴുത്ത് പഠിപ്പിക്കരുത് എന്ന് നാടാകെ നടന്ന് പ്രസംഗിച്ചു. ഇപ്പം വനിതാ LKG, വനിതാ UKG, വനിതാ 1, വനിതാ 2, വനിതാ 3, വനിതാ 10, വനിതാ +2, വനിതാ BCom, വനിതാ MCom, വനിതാ BEd, വനിതാ എഞ്ചിനീയറിംഗ്, വനിതാ മെഡിക്കൽ കോളേജ്, ഇങ്ങനെ സകലം വനിതകൾക്ക്. ആരാ സഹോദരന്മാരെ ഇത് തുടങ്ങിയത്? മുജാഹിദികളെ എന്തിന് പുത്തൻവാദികളെന്ന് വിളിച്ചു? മുജാഹിദികളെ എന്തിനാണ് ഈ 70 വർഷം മുമ്പ് എന്തിനാണ് മുജാഹിദികളെ പുത്തൻവാദികളെന്ന് വിളിച്ചത്? എന്തിനാണ് 70 വർഷം മുമ്പ് മുജാഹിദികൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരാണെന്ന് പറഞ്ഞത്? പറയാനുള്ള ഒരു കാരണം ഇതായിരുന്നു, പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിക്കണം. അത് പഠിക്കണ്ടെന്ന് നാട്ടിലെല്ലാവരും ഐക്യത്തോടെ ഒത്തൊരുമിച്ച് ജമാഅത്തായി തീരുമാനിച്ചൊരു സംഗതിയായിരുന്നു. ഒരാൾക്കും എതിരഭിപ്രായം ഇല്ല. അപ്പൊ മുജാഹിദികൾ വന്നിട്ട് പറഞ്ഞു അല്ല പഠിക്കണം. ഭിന്നിപ്പുണ്ടായി. മുജാഹിദികൾ വരുന്നത് വരെ ഇവിടെ കയ്യെഴുത്ത് പഠിക്കണ്ട എന്നുള്ളതായിരുന്നു പഴയ വാദം. മുജാഹിദികൾ വന്നത് പഠിക്കണം എന്ന് പറഞ്ഞപ്പോ പുത്തൻവാദായി. അതിന്റെ പേരിൽ മുജാഹിദികളെ പുത്തൻവാദികളാന്ന് പറയുകയാണെങ്കിൽ 930 മുമ്പ് കയ്യെഴുത്ത് പഠിപ്പിച്ചവരാണോ പുത്തൻവാദികൾ? 30 ശേഷം പഠിപ്പിച്ചവരാണോ പുത്തൻവാദികൾ? ആരാ പുത്തൻവാദിയാകുക? ആദ്യത് തുടങ്ങിയോല പുത്തൻവാദികൾ. അപ്പൊ പിന്നെ തുടങ്ങിയ പോലെ എന്താ പുതുപുത്തൻവാദികൾ എന്ന് പറയേണ്ടി വരൂലേ? ഇതിനാ മുജാഹിദികളെ പുത്തൻവാദികളാക്കിയത്. ഇതിനാണ് മുജാഹിദികളെ പുത്തൻവാദികളെന്ന് ആക്ഷേപിച്ചത്. ഇംഗ്ലീഷ് പഠിക്കണം മുജാഹിദികൾ പറഞ്ഞു. ഇവിടെയുള്ള മറ്റ് സംഘടനകൾ പറഞ്ഞു, പണ്ഡിതന്മാർ പറഞ്ഞു പാടില്ല. കാരണം നരകത്തിലെ ഭാഷയാണ്, അത് നമ്മൾ പഠിക്കാൻ പാടില്ല. നരകത്തിലെ ഭാഷ. ചിലര് പറയൂ അത് ബ്രിട്ടീഷുകാരോടുള്ള വിരോധം കൊണ്ട് പറഞ്ഞതാണ്. ആണോ? ഈ പെൺകുട്ടികൾക്ക് കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന പ്രമേയം മണ്ണാർക്കാട് സമ്മേളനത്തിലെ 8ാം നമ്പർ പ്രമേയമാണ്. ആ സമ്മേളനത്തിലെ 3ാം നമ്പർ പ്രമേയം എന്താണെന്നറിയോ നിങ്ങള്? നമ്മുടെ വൈസ്രോയിയായ ഐർവിൻ പ്രഭുവും പത്നിയും ഒരു സർക്കീറ്റ് കഴിഞ്ഞ് ഡൽഹി പട്ടണത്തിലൂടെ സഞ്ചരിക്കവേ ഏതോ ദുഷ്ടന്മാർ അവർക്കെതിരെ ബോംബാക്രമണം നടത്തിയതിൽ ഈ യോഗം വ്യസനിക്കുകയും അവർക്ക് ഭാഗ്യവശാൽ അവർക്ക് യാതൊന്നും ഫലിക്കാതെ പോയതിൽ അളവറ്റ ആനന്ദത്തെ വെളിവാക്കുകയും ചെയ്യുന്നു. സമസ്തന്റെ പ്രമേയ. നമ്മളെ വൈസ്രോയി എന്ന് പറഞ്ഞാൽ സമസ്തക്കെന്ന് വൈസ്രോയി ഉണ്ടോ? ഇർവിൻ പ്രഭു സമസ്തന്റെ വൈസ്രോയിയ അല്ല, ബ്രിട്ടീഷ് വൈസ്രോയിയ. ഈ ബ്രിട്ടീഷ് വൈസ്രോയിക്ക് ഒരു അപകടവും പറ്റാതെ പോയതിൽ സമസ്ത എന്തിനാ അളവറ്റ ആനന്ദത്തെ വെളിവാക്കിയത്? ബ്രിട്ടീഷുകാരോടുള്ള വിരോധം കൊണ്ടാ? വിരോധം ഉണ്ടെങ്കിൽ അളവറ്റ ആനന്ദത്തെ വെളിവാക്കിയ ചെയ്യണ്ട്? അല്ലടാ, എറിഞ്ഞേ കൊണ്ടില്ലല്ലോ എന്ന് പറയല്ലേ? അങ്ങനല്ലേ? നമ്മൾ നാട്ടിൽ ഇറങ്ങേറുണ്ടാക്കുന്ന ഒരു പട്ടീനെ എറിഞ്ഞിട്ട് ആ പട്ടി ഓടിപ്പോയി, ഏറുകൊണ്ടില്ല. അപ്പൊ എന്താ പറയാ? കൊള്ളാതെ പോയതിൽ ഞാൻ അളവറ്റ ആനന്ദത്തെ വെളിവാക്കുന്നു എന്നാ? അല്ല, കണ്ടു കൊണ്ടില്ലല്ലടാ എന്ന് പറയും. അങ്ങനല്ലേ പറയേണ്ടത്? ബ്രിട്ടീഷുകാരോട് സമസ്തയ്ക്ക് വിരോധമുണ്ടായിരുന്നില്ല. കേരളത്തിലെ അറിയപ്പെടുന്ന പണ്ഡിതനായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ കണ്ണൂരിലേക്ക് അദ്ദേഹത്തെ പ്രസംഗത്തിന് ക്ഷണിക്കാൻ വന്ന് കുറച്ചാളുകൾ വന്നത് കോൺഗ്രസ്സുകാരാ. ഇന്നത്തെ കോൺഗ്രസ് അല്ല, അന്നത്തെ കോൺഗ്രസ്. ഈ കോൺഗ്രസ്സുകാര് വന്നിട്ട് കുത്തുബീനോട് പറഞ്ഞു അടുങ്ങൾ വന്ന് പ്രസംഗിക്കണം. പിന്നെ കുറച്ച് ബ്രിട്ടീഷുകാർ അനുകൂലിക്കുന്ന ആളുകളുണ്ട് അവിടെ, ഓലൊന്ന് എതിർക്കുകയും വേണമെന്ന് പറഞ്ഞു. അപ്പൊ കുത്തുബി പറഞ്ഞു പ്രസംഗിക്കാൻ ഞാൻ വരാം, ബ്രിട്ടീഷുകാർ എതിർക്കാൻ പാടില്ല എന്ന് പറയാനും വരാം, മറ്റേ പറയാൻ ഞാൻ വരൂല. ഇത് മുജാഹിദുകൾ എഴുതിയതല്ല. ഇവിടുത്തെ സംസ്ഥാന കേരള സുന്നി യുവജന സംഘം അവരുടെ ബുൽബിലിന്റെ വാർഷിക പതിപ്പിൽ എഴുതി വെച്ചു. ഇങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ അന്ന് ജീവിച്ചിരുന്നത്. സ്വാതന്ത്ര്യ സമരത്തിനെതിരായിരുന്നു കേരളത്തിലെ പണ്ഡിതന്മാർ. ഇപ്പോഴോ
ഇപ്പം മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹത്തെ ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ എന്താ എല്ലാ തീവ്രവാദിയുടെയും ഭീകരവാദിയുടെയും മിതവാദിയുടെയും ഒക്കെ പ്രസംഗം ഞങ്ങൾ മുഹമ്മദ് അബ്ദുറഹ്മാന്റെ സമുദായമാണ്, ഞങ്ങൾ ഈ മൊയ്ത് മൗലവിയുടെ സമുദായമാണ്, ഞങ്ങൾ കട്ടലശ്ശേരിയുടെ സമുദായമാണ്, ഞങ്ങൾ മൗലാന ആസാദിന്റെ സമുദായമാണ് എന്നിപ്പോ ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി പറയാൻ എല്ലാവർക്കും കഴിയും. അന്നോ മുഹമ്മദ് അബ്ദുറഹ്മാൻ സമുദായത്തിന് പുറത്ത്, ഈ മൊയ്ത് മൗലവി സമുദായത്തിന് പുറത്ത്, കട്ടലശ്ശേരി സമുദായത്തിന് പുറത്ത്. പിന്നെ ആളുകൾ പറയും അതെന്താ ആലി മുസ്ലിയാരില്ലേ എന്ന്. ആലി മുസ്ലിയാരിന്റെ പേരിൽ ഒരു മുസ്ലിയാരുണ്ട് എന്നേ ഉള്ളൂ. മൂപ്പര് സമസ്തന്റെ ആരാ? 1926 സമസ്ത ഉണ്ടാക്കുന്നത്. അതിനു മുമ്പ് ആലി മുസ്ലിയാരെ തൂക്കിപ്പോയിട്ടുണ്ട്. സമസ്ത രൂപീകരിച്ചതിന് ശേഷം ഇപ്പൊ 85ാം വാർഷികം നടക്കല്ലേ? സമസ്ത രൂപീകരിക്കപ്പെട്ടതിന് ശേഷം 1947 ഓഗസ്റ്റ് 15-ാം തീയതി അർദ്ധരാത്രി ജവഹർലാൽ നെഹ്റു തന്റെ സ്വാതന്ത്ര്യം കിട്ടി എന്ന പ്രസ്താവന വായിച്ച് തുടങ്ങുന്ന സെക്കൻഡ് വരെ, അതുവരെ പറയണ്ട, ആ സമയത്തെങ്കിലും ബ്രിട്ടീഷ് ഗ്രൂപ്പാര് പുറത്തു പോകട്ടെ, ഒരു ഗോബാക്ക് സമസ്തയുടെ ഒരു നേതാവും ബ്രിട്ടീഷുകാർക്കെതിരെ വിളിച്ചിട്ടില്ല. കാരണം എന്താ? അത് വിളിക്കാത്തോണ്ടാ. സമസ്തന്റെ അന്നത്തെ സമ്മേളനത്തിന്റെ ചരിത്രമൊക്കെ എടുത്തു നിങ്ങൾ. ഖാൻ ബഹദൂർ, കല്ലടി മൊയ്തുട്ടി സാഹിബ്, സർ മറ്റേയാള് ഖാൻ ബഹദൂർ. ബ്രിട്ടീഷുകാരങ്ങനെ ബിരുദം കൊടുക്കാൻ. അങ്ങനെയാ കോഴിക്കോട് 2 കാദിമാരുണ്ടായത്, ഒട്ടകപ്പെട്ടിയും ആനപ്പെട്ടിയും. വോട്ട് ചെയ്താ ജനങ്ങൾ. പണ്ട് അങ്ങനെയായിരുന്നു വോട്ട്. ഇന്നത്തെ മാതിരി ബാലറ്റ് പേപ്പർ മറ്റേ വോട്ട് പെട്ടിയൊന്നല്ലല്ലോ, ചിഹ്നമുള്ള പെട്ടീന്റെ മുകളിൽ കൊണ്ടുപോയി ആള് ഇടലാണ്. അങ്ങനെ 2 പെട്ടി വെച്ചു, ഒട്ടകപ്പെട്ടിയും ആനപ്പെട്ടിയും. അങ്ങനെ ഒട്ടകപ്പെട്ടി ജയിച്ചു. ഒട്ടകപ്പെട്ടിക്ക് കൂടുതൽ വോട്ട് കിട്ടി, അത് വലിയ കാലിയായി. തോറ്റാൾ അങ്ങനല്ലേ, നമ്മൾ പണ്ട് സ്കൂളൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ അങ്ങനെയാണ്. ലീഡർ ആരൊക്കെയാ ലീഡർ? മുഹമ്മദ്, മോഹനൻ, സുലൈമാൻ. അപ്പൊ 40 കുട്ടികൾ. മോഹന് 22 വോട്ട്, മറ്റവന് 18 വോട്ട്. അപ്പൊ മോഹനൻ ലീഡർ, മുഹമ്മദ് ഡെപ്യൂട്ടി ലീഡർ എന്ന് പറയും മാഷ്. അല്ലാതെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തേക്ക് വേറെ തെരഞ്ഞെടുപ്പൊന്നുമില്ല. അതേമാതിരി എന്താണ്, കൂടുതൽ വോട്ട് കിട്ടിയ കാലി വലിയ കാലിയും കുറഞ്ഞ വോട്ട് കിട്ടിയ ആൾ ചെറിയ കാലിയായിട്ട് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അവരെ ശമ്പളം പറ്റി ജീവിച്ചു കാലിമാർ. ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അങ്ങന്ന് മക്കത്തുനിന്ന് ഇറക്കുമതി ചെയ്ത കാലിയൊന്നല്ല നമ്മുടെ നാട്ടിലുള്ളത്. അതൊരു കാലത്ത് മുജാഹിദികൾ പറഞ്ഞപ്പോ ബഹളായി, കാലിമാരെ തള്ളി. ഇപ്പോഴോ നാട് മുഴുവൻ കാലിമാര്. കോഴിക്കോട് കാലി വേറെ, സംയുക്ത കാലി വേറെ, ചെറിയ കാലി വേറെ. ഏതൊക്കെ കാലിമാരാ ഉള്ളതെന്ന് തിരിയണമെങ്കിൽ ശവ്വാല് മാസം പിറക്കുന്നതിന്റെ തലേന്നും ദുൽഹിജ്ജ മാസം പിറക്കുന്നതിന്റെ തലേന്നും പത്രം നോക്കിയാൽ മതി. സുബ്ഹാനല്ലാഹ്, ഒരു ഡയറക്ടറിയിലുള്ള ഫോൺ നമ്പർ മുഴുവൻ ഉണ്ടാവും. അവിടെ മാസം കണ്ട ഇവിടെ അറിയിക്കണം, ഇവിടെ മാസം കണ്ട അവിടെ അറിയിക്കണം എന്നൊക്കെ പറയാൻ ആളുകളായി അല്ലേ? ആ രംഗത്താര് മാറ്റമുണ്ടാക്കി? എന്തേ ഒരു 1997 ശേഷം ചന്ദ്രൻ ഇവിടെ പോയി. ഇപ്പൊ മൂപ്പരെ ഒക്കെ ട്രാക്ക് കയറി അല്ലേ? ആരും ചന്ദ്രനെ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അസ്തമിച്ചു പോകുന്ന ചന്ദ്രനെ കാണുന്നില്ലല്ലോ ഇപ്പോ. എന്തേ കാണാത്തത്? ചന്ദ്രനെ പരിപാടി നിർത്തിയോ? നേരത്തെ ഫെറിലൊക്കെ നിർത്തി മൂപ്പര് ഇപ്പൊ കൃത്യസമയത്ത് ഓടാൻ തീരുമാനിച്ചതാണോ? അല്ല. മുജാഹിദ് പ്രസ്ഥാനം മുന്നിൽ നടന്നു. ഒരുപാട് ആളുകൾ ആക്ഷേപിച്ചു, പെരുന്നാൾ 2 നോമ്പ് 2 എന്നൊക്കെ ആക്ഷേപിച്ചവർ ചരിത്രം മറന്നു. പെരുന്നാൾ 3 4 ആയിരുന്ന അവസ്ഥ എന്നാ 2 അപ്പൊ പരാതി 2 ഇപ്പോഴോ? ഇപ്പൊ 1 എങ്ങനെ ആയത്? അത് വെറുതെ ഉറക്കത്ത് കണ്ടിട്ടായതല്ല. മുജാഹിദുകൾ നാട്ടിൽ മുഴുവൻ നടന്ന് പ്രസംഗിച്ചു. ഇതാ ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് മാപ്പിളാർക്ക് മാസം നോക്കാനും കാണാനും മാത്രമുള്ള ഏർപ്പാടല്ല. അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്. അവർക്കറിയാം ചന്ദ്രന്റെ ചലനം. അതിന്റെ അടിസ്ഥാനത്തിൽ ആ സൂര്യഗ്രഹണം അവർ വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ചന്ദ്രഗ്രഹണം പ്രവചിക്കുന്നത്. അതൊന്നും ഒരു സെക്കൻഡ് തെറ്റുന്നില്ല. ഒരു കാലി, ഒരു നേതാവ് ഇന്നേ വരെ പറഞ്ഞില്ല നാളെ സൂര്യഗ്രഹണം ഉണ്ടാവുമെന്ന്. നമ്മളെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും മലന്ന് കിടന്ന് മുകളിലോട്ട് നോക്കി, അഥവാ സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിക്കുകയാണെങ്കിൽ അപ്പ പള്ളി കയറി തക്ബീർ ചൊല്ലിക്കോ എന്ന് ഒരു പോയത്തക്കാരൻ ഇന്ന് പറയില്ല. എന്തേ പറയാത്തത്? അത് കൃത്യമായ കണക്കാണെന്ന് ആളുകൾക്കറിയാം. മുജാഹിദുകൾ പറഞ്ഞു ഇത് മാസം വരുമ്പോ മാത്രം ചന്ദ്രൻ ഒന്നങ്ങോട്ട് എന്നിങ്ങനെ ഉണ്ടല്ലോ. പിന്നെ ചിലപ്പോ ഈ ചൊടിയൊക്കെ കുടുംബക്കാരെ തമ്മിലുള്ള പിണക്കം നന്നാക്കാൻ പിണങ്ങിയ ആളെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോണ്ടാവും. കുറച്ചൊന്ന് നടന്ന് പിന്നെ ഒന്ന് നിന്ന് പിന്നെ ഒന്ന് നടന്ന് ഒരു കേറാനൊരു പ്രയാസം. ഇതേമാതിരി മാസപ്പിറവിന്റെ അടുത്തെത്തുമ്പോ ചന്ദ്രൻ ഒന്നിങ്ങനെ ബേക്കൊക്കെ ഇപ്പൊ പോണോ, നാളെ പെരുന്നാൾ ആക്കണോ, ഇനി അല്ലെങ്കിൽ ഇതാ മാപ്പിളാർക്ക് ഇങ്ങനെ ആവേശത്തോടെ കാത്തിക്കില്ല. അപ്പൊ മൂപ്പരൊന്ന് സ്പീഡ് കൂട്ടി തലേന്ന് 28 തന്നെ കാണാൻ തുടങ്ങി.
മുജാഹിദുകൾ പറഞ്ഞ് സമൂഹത്തെ പഠിപ്പിച്ചു. അപ്പൊ ജനങ്ങൾക്കും തോന്നി ഇത് അങ്ങനല്ലല്ലോ, ഇതൊരു കണക്കും കാര്യമൊക്കെ വേണമല്ലോ. ഇനി അങ്ങനെ ആരെങ്കിലും കണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് തക്ബീർ ചെല്ലാനും പോത്തിനറക്കാനും തീരുമാനിക്കണത് ശരിയല്ലല്ലോ എന്ന് സമൂഹം മനസ്സിലാക്കി. ഇവിടെ നേരം വെളുത്തു, മലബാറിൽ നേരം വെളുത്തു. അപ്പോഴും നേരം വെളുക്കാത്ത ഒരു കൂട്ടരുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അവരെന്താ പറഞ്ഞത്? 2000 വരെ നേരം വെളുത്തില്ല. അവരെന്താ പറഞ്ഞതെന്നറിയോ? ഞമ്മക്ക് മാസം കാണണമെങ്കിൽ ഞമ്മളെ പുരേന്റെ മുമ്പിൽ ചന്ദ്രനെ കാണണം. മലപ്പുറത്തും കോഴിക്കോടും കാപ്പാടും കൂട്ടായി ഒന്നും കണ്ടാൽ ഞമ്മക്ക് പറ്റൂല. ഞമ്മക്ക് ആലപ്പുഴേന്റെ ഇപ്പുറത്ത് എവിടെയെങ്കിലും കണ്ടാലേ ഞമ്മക്ക് പെരുന്നാളുള്ളൂ. മുജാഹിദുകൾ അവിടെ പെരുന്നാൾ സംഘടിപ്പിച്ചു. കോഴിക്കോട് മാസപ്പിറവി കണ്ടതിന്റെ പേരിൽ അവിടെയുള്ള മുഴുവൻ പൗരോഹിത്യത്തെയും, ചുവപ്പ് തട്ടമിട്ട് മിമ്പറിൽ കയറുന്ന മുഴുവൻ പൗരോഹിത്യത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് മുജാഹിദുകൾ പറഞ്ഞു നാളെ പെരുന്നാൾ. TV ചാനലുകാർ വന്ന് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ നാളെ പെരുന്നാളാക്കണത്? ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കേരളത്തിലാണ്, കോഴിക്കോട് മാസം കണ്ടു, അതിവിടെ പറ്റൂല എന്ന് പറയാം. ഇവർക്ക് എന്താ തെളിവ്? മാസപ്പിറവി കാണുന്ന മഗ്‌രിബ് നിസ്കാരത്തിന്റെ മുമ്പേ തന്നെ സ്വന്തം ലെറ്റർ ഹെഡിൽ കത്ത് ടൈപ്പ് ചെയ്തു, നാളെ പെരുന്നാളല്ല എന്ന് ടൈപ്പ് ചെയ്ത് ചാനലിലേക്ക് കൊടുത്തയച്ച മൊയ്ലിയാമാർ അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോ ആലപ്പുഴക്കപ്പുറത്ത് വേണ്ട, കാസർഗോഡിനപ്പുറത്ത് ഉണ്ടാ പോലും പെരുന്നാളാക്കാം എന്നുള്ള കോലത്തിലെത്തി. ഇങ്ങനെ ഏതേത് വിഷയങ്ങൾ ഇംഗ്ലീഷ് നരകത്തിലാണെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു. പോട്ടെ, മലയാളം പറയാൻ പാടുണ്ടായിരുന്നു. ഇംഗ്ലീഷും അറബിയും കൈയെഴുത്തൊക്കെ അവിടെ നിൽക്കട്ടെ, മലയാളം. പണ്ടത്തെ വയല് കേട്ട എത്ര രക്ഷിതാക്കൾ ഉണ്ടാവും എന്ന വാക്ക് കേൾക്കുന്നത്. ഇതുപോലെ മലയാളം പറഞ്ഞിരുന്നു അന്ന്? മലയാളം ഇന്നും ഉണ്ട് അങ്ങനെ തന്നെ. പണ്ടിറക്കിയ ശബ്ദധാരാവലിയും ഈ വാക്കുകൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്താ ഈ മലയാളം പറയാതിരുന്നത്? മലയാളം പറയില്ലെന്ന് മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ വന്ന് ഈ മലയാളം എന്ന് പറഞ്ഞാൽ പഴയ സുന്നി പ്രസിദ്ധീകരണങ്ങൾ എടുത്തു നോക്കിയാൽ മതി. അൽബയാനൊക്കെ ഒരു പേജിന്റെ ഒരു അറ്റത്തുനിന്നൊരു വാചകം തുടങ്ങിയാൽ അത് തീരെ അടുത്ത പേജിലാ, റെയിൽ മാതിരി അതങ്ങനെ പോവും. ഇതെവിടെയാ മുറിക്കേണ്ടതെന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. അക്കോലത്തിൽ എഴുതിയിരുന്ന ആളുകൾ ഇപ്പൊ മലയാളം പറഞ്ഞില്ലേ? പച്ച മലയാളത്തിൽ പയക്കം പറയുന്ന പച്ചപ്പരിഷ്കാരികളെ കൂട്ടത്തിൽ ഞാളേഞ്ഞിപ്പെടുത്തല്ല റബ്ബേ എന്നാ അന്ന് ദുആ ചെയ്തിരുന്നത്. കം ഔലാദൻ ഫാസൂ ഫിൽ ഇംതിഹാനിൽ മാളി. 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ ഓലിക്കറിയതിന്റെ അർത്ഥം എന്താ? അർത്ഥം കഴിഞ്ഞ പരീക്ഷയിൽ എത്ര കുട്ടികളാ ജയിച്ചത് അത് നമ്മൾ ഇപ്പൊ പറയും. പണ്ടെന്താ അതിന് മാനവെക്കലെന്നറിയോ? കഴിഞ്ഞു കിടന്നതായിരിക്കുന്ന ഇടം തട്ടിക്കലിന്റെ അകത്ത് എത്രയെത്ര കുഞ്ഞു കുട്ടികളാണ് ജഹം പറ്റത്. എന്താ കഴിഞ്ഞില്ലേ അന്നില്ലേ വാക്കുണ്ട്, കാലം നില ഉണ്ട്, പരീക്ഷ നില ഉണ്ട്, അതേപോലെ ജയിച്ചെന്നുള്ള വാക്കില്ല ഉണ്ട്, കുട്ടികൾ എന്നുള്ള ഇല്ല ഉണ്ട്. പിന്നെ എന്തിനാ കഴിഞ്ഞു കടന്നതിരിക്കുന്ന ഇടങ്കത്തട്ടിക്കലിന്റെ അകത്ത് എത്രയെത്ര കുഞ്ഞു കുട്ടികളാണ് ജഹം പറ്റത് എന്ന് മലയാളം പറഞ്ഞത്? ആ മലയാളം നായന്മാര് പറയും. നമ്മള് നായന്മാർക്ക് മാറാകണം, അവർക്കെതിരാകണം, അമുസ്ലിങ്ങൾക്കെതിരാകണം. അവര് മുറ്റത്താ തുപ്പുക. അമുസ്ലിങ്ങൾ വീട്ടിന്റെ വരാന്തയിൽ ഇരുന്ന് സംസാരിക്കുമ്പോ തുപ്പണ്ടി വന്നാൽ എന്ത് ചെയ്യും? അവര് നേരെ മുറ്റത്തേക്ക് തുപ്പും. നമ്മളുമ്മമാരോ നിങ്ങൾ പറയും ഞാൻ ഒന്ന് തുപ്പട്ടെ എന്ന് പറഞ്ഞ് നേരെ അകത്തേക്കാ പോവുക. എന്നിട്ട് അകത്ത് തുപ്പാനൊരു സ്ഥലമാണ്. അകംന്ന് പറയില്ല. ഇപ്പോഴും നോക്കി നോക്കും നിങ്ങള്, ഒരു 85-90 വയസ്സ് പ്രായമുള്ള ഉമ്മാമ്മമാരുണ്ടെങ്കിൽ എന്താ പറയാ? അഹംന്നേ പറയുള്ളൂ, പൊഹാന്നേ പറയുള്ളൂ. എന്തേ ഹാ എവിടെ പോയി, കാ എവിടെ പോയി? കാവർക്കറിയില്ല, അറിയും. അത് നായന്മാര് അകം എന്ന് പറയുമ്പോ നമ്മൾ അഹം എന്ന് പറയണം, നായന്മാര് പൊക എന്ന് പറയുമ്പോ നമ്മൾ പൊഹാന്ന് പറയണം. അങ്ങനെ പഠിപ്പിക്കപ്പെട്ടു ഈ സമുദായം. ഇപ്പൊ പറഞ്ഞു മുമ്പൊരിക്കൽ ഒരു 90കളുടെ അവസാനമാണെന്ന് തോന്നുന്നു, 90കളുടെ തുടക്കത്തിൽ ഒരു പരിപാടി എന്താ ദ്വാദശ മഹാമഹം സുന്നി സംഘടന നടത്തിയൊരു പരിപാടിയാണ് ദ്വാദശ മഹാമഹം. അപ്പൊ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോ എൻ്റെ അടുത്തൊരു മലയാള ഭാഷാ പണ്ഡിതൻ, അദ്ദേഹം ഒരു പ്രൊഫസറാണ്. അദ്ദേഹം ചോദിച്ചു, ഞാൻ നിങ്ങളോടൊരു തമാശ പറഞ്ഞ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. എന്താണ്? മഹം എന്നുള്ളതിന് പോത്ത് എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. അപ്പൊ ദ്വാദശ മഹാമഹം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ 20 പെരും പോത്തുകൾ എന്നതിനർത്ഥം പറയാം. അപ്പൊ ആ ജാതി ഈ ദ്വാദശ മഹാമഹം എന്ന് പറഞ്ഞാൽ മലയാളിക്ക് ആർക്കാ മനസ്സിലാകുക? ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ മുഴുവൻ ബോർഡുകളും പോസ്റ്ററുകളും ഒക്കെ ഈ ജാതി മലയാളമായി. എല്ലാ സംഘടനകളുടെയും പേരുകൾ ഇംഗ്ലീഷിലായി, സ്ഥാപനങ്ങളുടെ പേരിൽ ഇംഗ്ലീഷായി. തർക്കമുണ്ടോ? ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല.
അറക്കൽ രാജകുടുംബത്തിന്റെ ചരിത്രം പരിശോധിക്കൂ നിങ്ങൾ. അറക്കൽ രാജകുടുംബത്തിൽപ്പെട്ട മായൻകുട്ടി അളയ എന്ന പണ്ഡിതൻ അറബി മലയാളത്തിൽ വിശുദ്ധ ഖുർആൻ ഒരു പരിഭാഷ എഴുതി. മലയാളത്തിലല്ല, മലയാളത്തിൽ എഴുതാൻ പറ്റൂല എന്നാണ്. ഖുർആൻ മലയാളത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ അന്ന് മൂല്യമരുന്ന വേലറിയെന്നറിയോ? ഉണക്കമീൻ ചിരുട്ടുന്ന കടലാസിന്റെ ഭാഷയിലല്ലേ നമ്മളെ ഖുർആൻ ആക്കണത്. മലയാളത്തിലാക്കിയെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വികാരം കൊള്ളൂല. ജനങ്ങൾക്ക് വികാരം കൊള്ളാൻ എന്ത് വേണം? ഉണക്കമീൻ ചിരുട്ടുന്ന കടലാസ് എന്ന് പറയണം. അതിൽ പൊന്നും ചുരുട്ടും. പക്ഷെ അത് പറഞ്ഞാല് പൊന്നും ചുരുട്ടുന്ന കടലാസിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു അങ്ങനെ ഉണ്ടല്ലോ, ഒരു ദേഷ്യം പിടിക്കണമെങ്കിൽ എന്ത് വേണം? ഉണക്കമീൻ ചുരുട്ടുന്ന കടലാസിൽ. ആ കടലാസിൽ ഖുർആൻ ചുരുട്ടിന്നല്ല, ആ കടലാസിന്റെ ഭാഷയിൽ അഥവാ മലയാളത്തിൽ ഖുർആൻ പറഞ്ഞില്ലേ. അങ്ങനെ ആ മായൻകുട്ടികളെ അറബി മലയാളത്തിൽ എഴുതിയത്. സകല പണ്ഡിതന്മാരും തീരുമാനിച്ചു അത് അങ്ങനെ തന്നെ കൊണ്ടുപോയി കടലിൽ കെട്ടിത്താത്താൻ. നടപ്പിലാക്കി. പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പോ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് താല്പര്യമുണ്ട് ആർക്കെങ്കിലും? ഖുർആൻ പരിഭാഷ പാടുണ്ടോ ഇല്ലേ? ഖുർആന്റെ അർത്ഥം പറയാൻ പാടുണ്ടോ ഇല്ലേ? ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ പാടുണ്ടോ ഇല്ലേ? അതേപോലെ തന്നെ ഇപ്പൊ ചില ആളുകൾ ചോദിക്കും, അതെല്ലാം ആളുകൾ ഒഴിവാക്കിയില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ ഇതിക്ക് ഇങ്ങനെ വിളിച്ചു പറയണത്? അത് വിളിച്ചു പറയാൻ കാരണമുണ്ട്. എന്തിനാ പറയണത്? ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് സാധാരണ നമ്മള് ഇങ്ങനെ പറയല്ലോ. ഇങ്ങനെ പിന്നെ ഇവിടുന്ന് ഈ കാച്ചിലും ചക്കയും കപ്പയൊക്കെ തിന്ന് ഗൾഫിൽ പോയി അത്യാവശ്യം പൈസയൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ വന്ന് അപ്പൊ ഉമ്മ ആ കുട്ടി കുറെ കാലമായില്ലേ ചക്ക തിന്നാത്തത് എന്ന് വിചാരിച്ച് ചക്ക പുഴുങ്ങിക്കൊണ്ടുപോയി കൊടുത്തപ്പോ എന്താണ് ഉമ്മ ഇത്? അത് മോനെ ചക്ക. ചക്കേ എന്താണ് സാധനം? എനക്കറിയില്ലേ ചക്ക എന്ന് പറഞ്ഞാൽ നമ്മളാ പ്ലാവിന്റെ ഉമ്മ നിങ്ങളെന്തൊക്കെയായി പറയണേ? ചക്ക പ്ലാവ് ഇതൊന്നും എനിക്ക് മനസ്സിലാണില്ല എന്ന് പറഞ്ഞ ഗൾഫുകാരന്റെ മാതിരി എന്ത് മാല എന്ത് മാല അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? അതൊക്കെ നവോത്ഥാനത്തിന്റെ ആളുകൾ ഞങ്ങളെന്നല്ലേ എന്ന് പറഞ്ഞ് കുറെ ആളുകൾ മുമ്പിൽ നടക്കാൻ തുടങ്ങിയപ്പോ അപ്പോഴാ മുജാഹിദികൾ പറയണ അല്ല, ഈ മാറ്റങ്ങളൊക്കെ മുജാഹിദികൾ ഉണ്ടാക്കിയത്. അതിനൊന്നും നമ്മൾ പുറംതിരിഞ്ഞു നിന്നിട്ടില്ല. തിരിഞ്ഞു നിന്നോ ആരെങ്കിലും? മദ്രസ പ്രസ്ഥാനത്തിന് പുറംതിരിഞ്ഞു നിന്നോ? ഇപ്പൊ നാട്ടിൽ മദ്രസ ഉണ്ടല്ലോ. മൗലാന ചാലിലകത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുടെ പേരുകളിൽ എണ്ണപ്പെടുന്ന പണ്ഡിതൻ, അദ്ദേഹം വാഴക്കാട് വെച്ച് മദ്രസ ആരംഭിച്ചു. പാഠപുസ്തകമുണ്ടാക്കി, ടെക്സ്റ്റ് ഉണ്ടാക്കി, നോട്ടുണ്ടാക്കി, പഠിക്കാനുള്ള സിലബസ് ഉണ്ടാക്കി. ഇതൊക്കെ വെച്ചിട്ട് മദ്രസ തുടങ്ങി. ഒരു ദിവസം രാവിലെ ഒരു ചങ്ങാതി വാഴക്കാട് അങ്ങാടിയിൽ വന്ന് ചായപ്പീടിയുടെ മുമ്പ് പെരും കരച്ചിൽ. ഖിയാമത്ത് നാൾ അടുത്തുപോയി മക്കളെ, ഖിയാമത്ത് നാൾ അടുത്തുപോയി. ഇപ്പൊ നാട്ടുകാരെല്ലാവരും കൂടി ആക്കി ചായയൊക്കെ വാങ്ങിക്കൊടുത്തു വെച്ചു. എന്താ മേമണ്ണേജി പറയണത്? എങ്ങനെ ഖിയാമത്ത് നാളെടുത്തെന്ന് എനിക്ക് മനസ്സിലായത്? അത് നമ്മളെ മൊയിലാരെപ്പോഴും ഉറുതി പറയലില്ലേ, ഖിയാമത്ത് നാളെടുക്കുമ്പോ ഖുർആൻ എശർത്തപ്പെടും. ഇതാ ഖുർആൻ ഒരാളും കൈ ഉയരത്തിൽ എശർത്തപ്പെട്ടു, അത് ഞാൻ കണ്ടു. എവിടെ എജ്ജി കണ്ടത്? അതാ ചാലിലകത്ത് ഖുർആൻ എഴുതുകയാണ് ബോർഡിന്റെ മുകളിൽ. ഖുർആൻ ഖിയാമത്ത് നാളാവുമ്പോ ആകാശത്തേക്ക് ഉയർത്തപ്പെടും. അതിപ്പോ ചോക്കിന്റെ മുകളിൽ ചാലിലകത്ത് ആയത്ത് ബോർഡിന്റെ മുകളിൽ എഴുതുകയാണ്. അപ്പൊ എന്തായി? ഒരാളും കൈ ഉയരത്തിൽ ഖുർആൻ എസർത്തപ്പെട്ടില്ലേ? ഇനി എന്റെ ബാക്കിയും കൂടിയേ പൊങ്ങാൻ ബാക്കിയുള്ളൂ ഖിയാമത്ത് നാളാകാൻ. ഇത് മുജാഹിദുകൾ ചെയ്തപ്പോ ഇവിടെ ചർച്ച എന്താണെന്നറിയോ? ആ ആയത്ത് എഴുതിയിട്ട് മായ്ച്ച് താഴെ വീഴുന്ന ചോക്കിന്റെ പൊടി അതിൽ ചവിട്ടാൻ പാടുണ്ടോ ഇല്ലേ? മദ്രസ തുടങ്ങാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഖുർആൻ അങ്ങനെ പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. തർക്കം എന്തില്ല? ഈ പൊടി ചവിട്ടാൻ പാടുണ്ടോ ഇല്ലേ? അവിടുന്ന് മാറി. ഇപ്പൊ ചില ആളുകളൊക്കെ ജനങ്ങളോട് പറയും, നിങ്ങൾ മുജാഹിദ് മരിച്ചാൽ മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല, മുജാഹിദിനോട് സലാം ചെല്ലാൻ പാടില്ല, മുജാഹിദിന് പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല, അതേപോലെ മുജാഹിദിന്റെ പെൺകുട്ടികൾ ഇങ്ങോട്ട് കെട്ടാൻ പാടില്ല എന്നൊക്കെ ഒരുപാട് കാലായി പലരും പറയാൻ തുടങ്ങിയിട്ട്. പക്ഷെ നാട്ടുകാർ സ്വീകരിച്ചോ? ഇല്ല. നാട്ടുകാർ ഇപ്പോഴും മുജാഹിദിനെ കാണുമ്പോ അസ്സലാം അലൈക്കും എന്ന് പറയും. കാരണം എങ്ങനെ സലാം പറയാതിരിക്കും? ഒരു വൃദ്ധൻ വൈകുന്നേരം വീട്ടിൽ നിന്ന് റേഷൻ കാർഡും സഞ്ചി എടുത്തിട്ട് അങ്ങാടിയിലേക്ക് വരിക. അപ്പോഴാ മുജാഹിദ് പള്ളിയിലെ മൗലവിനെ കാണുന്നത്. അപ്പുറം ഇപ്പുറം നോക്കി ആരും ഇല്ല എന്ന് കാണുമ്പോ ഈ വൃദ്ധൻ അസ്സലാമു അലൈക്കും. വഅലൈക്കുമുസ്സലാം. എന്താ അയാൾ സലാം ചെല്ലാനുള്ള കാരണം? അയാൾ റേഷൻ കടയിലേക്ക് കൊണ്ടുപോകാനുള്ള പണം അതെടുത്തു കൊടുത്തത് അയാളുടെ മകന്റെ ഭാര്യയാണ്. അവൾ സ്കൂളിലെ അധ്യാപികയാണ്.
മനസ്സിലുള്ള എന്താ? അല്ല മൗലവി, ഇങ്ങക്കല്ലാതെ വേറെ ആയിരിക്കാ നമ്മൾ സലാം ചെല്ലേണ്ടത്. കാരണം ഞങ്ങളെ പണ്ഡിതന്മാര് പറഞ്ഞു കേട്ടിട്ട് പെൺകുട്ടികളെങ്ങാനും എഴുത്ത് പഠിക്കാതിരുന്നെങ്കിൽ പട്ടിണി കിടക്കൂലായിരുന്നു. മദ്രസ വിട്ട് മുസ്ലിയാർ വരികയാണ്, അങ്ങോട്ട് പോവാ മുജാഹിദ് പള്ളിയിലെ മുസ്ലിയാർ. അപ്പോ കണ്ടാൽ ഈ പറഞ്ഞ പോലെ ആരും കേൾക്കൂല കാണൂല എന്ന് ഉറപ്പാകുമ്പോ അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം. മുസ്ലിയാരെ മനസ്സിലെന്താ ഉള്ളത്? സംഗതി മുജാഹിദാണെങ്കിലും അനക്കല്ലാതെ വേറെ ആർക്കാ കുട്ടി സലാം ചെല്ലുക? കാരണം ഞങ്ങളെ മുസ്ലിംമാരെന്താന്ന് പറഞ്ഞത്? ഒരു കാലത്തും ലാ തജഅലുൽ ബനീന മദ്റസ യതഅല്ലമൂന. അറിവാളൻ ഇബ്നു തൈമിയ മുൻകാലം ലലാലത്തിന്റെ വിത്ത് പാകിയ കോലം. ജഹന്നമിന്റെ ആഖിറിലെ മീമ മദ്റസയുടെ ആഖിറും ജഹന്നമാ. വഅലമു യാ ഉമ്മത്ത മുഹമ്മദ് എന്നും പറയും എന്റെ അവസാനം. എന്താ? നിങ്ങളെ കുട്ടികൾ ഒരിക്കലും മദ്രസയിലേക്ക് പറഞ്ഞേക്കരുത്. എന്താ അതിന്റെ ചുരുക്കം? ജഹന്നമിന്റെ ആഖിറിലെ മീമ. മദ്രസ എന്നുള്ള വാക്ക് തുടങ്ങുന്നത് ഏത് അക്ഷരം കൊണ്ടാ? മീമ്. ആ മീം എവിടുന്ന വഹാബിയക്ക് കിട്ടിയത്? ജഹന്നമ് എന്നുള്ള വാക്കിന്റെ ഒടുക്കത്തിന്ന് കിട്ടിയതാണ്. അപ്പൊ മദ്രസയുടെ തുടക്കം ജഹന്നമിന്റെ ഒടുക്കം കൊണ്ടാണ്. പാടില്ല. ഇപ്പൊ ആരാ അങ്ങനെ വയല് പറയാ? അങ്ങനെ പറയാൻ തുടങ്ങിയ മീമോണ്ട് തുടങ്ങാത്ത സ്ഥാപനം ഏതാ ഉള്ളത് കേരളത്തിൽ? അല്ലേ? എല്ലാരും വലിയ അഹങ്കാരത്തോടു കൂടി പറയുന്ന സ്ഥാപനങ്ങളൊക്കെ മീമോണ്ടല്ലേ തുടങ്ങണത്? അല്ല, നിങ്ങളാലോചിച്ചൊക്കെ മർക്കസ് ഏതക്ഷരം കൊണ്ടാ തുടങ്ങുന്നത്? എല്ലാവർക്കും ഉണ്ട് മർക്കസ്. അതൊക്കെ അള്ളാന്റെ ഒരു കളിയാ. രണ്ടു കൂട്ടർക്കുണ്ട് മർക്കസ്. ഒരു കൂട്ടർക്ക് വളാഞ്ചേരി ഉണ്ട്, ഒരു കൂട്ടർക്ക് കാരന്തൂരും ഉണ്ട്. ആര്? ഈ ജഹന്നമിന്റെ മീമ് പാടി നടന്ന ആളുകളുടെ പിൻഗാമികൾക്ക്. അപ്പൊ ഇത് ഓർമ്മയുള്ള മുസ്ലിയാർ മുജാഹിദിനെ കാണുമ്പോ സലാം ചെല്ലും, എന്നിട്ട് പറയും പൊന്നാര ചങ്ങാതി സ്കൂൾ 8ാം ക്ലാസ്സിലേ പോയിട്ടുള്ളൂ, ഈ മദ്രസയിലോണ്ട് ജീവിച്ചു പോവാണ്. ഇതെങ്ങാ നമ്മളെ മൊയ്ലിയാമാര് പറഞ്ഞത് കേട്ടിട്ട് ഈ ജനങ്ങൾ മദ്രസക്ക് കുട്ടികളെ പറഞ്ഞേക്കാതിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? എന്റെ മാത്രമല്ല, എന്നെ പോലെയുള്ള 10,000-കണക്കിന് ആളുകളുടെ അവസ്ഥ ഇതല്ലേ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് സലാം ചെല്ലുന്നു മാത്രമല്ല, കൈയൊന്ന് മുറുക്കി പിടിക്കും സ്നേഹത്തോടെ. അല്ലേ? ഇത് സമുദായത്തിന്റെ അവസ്ഥയാണ്. മുജാഹിദ് പ്രസ്ഥാനം കത്തിച്ചു വച്ച വെളിച്ചത്തിൽ നിന്ന് ഈ സമൂഹത്തെ അകറ്റി നിർത്താൻ പലരും ശ്രമിച്ചു. പക്ഷേ ജനങ്ങൾ വെളിച്ചം കണ്ടെത്തി. ആ വെളിച്ചത്തോടൊപ്പം ജനങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോ ആ മഹാപ്രവാഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരാൾക്കും കഴിഞ്ഞില്ല. ഇപ്പൊ ഞങ്ങളല്ലേ മുന്നിൽ? നിങ്ങളെക്കാൾ കോളേജ് അധികം ഞങ്ങൾക്കല്ലേ? നിങ്ങളെക്കാൾ സ്കൂള് ഞങ്ങൾക്കല്ലേ? നിങ്ങളെക്കാൾ എഞ്ചിനീയറിംഗ് കോളേജ് അങ്ങനത്തല്ലേ? അതങ്ങനെ തന്നെയാവും. ഡ്രൈവിംഗ് സ്കൂൾ പഠിപ്പിച്ചവൻ ഇപ്പോഴും പഴയ ആ ജീപ്പും പഴയ മാരുതി 800 കൊണ്ട് നടക്കുന്നുണ്ടാവും. ഓന്റെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിച്ചവൻ ഇന്നോവയും ഫോർച്യൂണറൊക്കെ ഓടിക്കുന്നുണ്ടാവും. അതങ്ങനെ തന്നെ നാട്ടിൽ നടക്കുക. അല്ലാതെ ഇപ്പൊ എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാരും ഫോർച്യൂണർ എടുക്കണം, ഇന്നോവ എടുക്കണം തന്നെ നടക്കണ കാര്യമല്ല. പഠിക്കാൻ ഏതേ വേണ്ടു? ഈ മാരുതി 800-ഉം അതേപോലെ പഴയ നമ്മളെ മഹീന്ദ്രന്റെ ജീപ്പൊക്കെ വെച്ചിട്ട് തന്നെ പഠിപ്പിക്കുക. അത് അങ്ങനെ ഈ ആളുകൾ, ആ ഡ്രൈവർക്ക് ഒരു സന്തോഷം ഉണ്ടാവും. ഈ സ്കൂളിൽ പഠിപ്പിച്ച ഡ്രൈവർ എന്താ, ഞാൻ പഠിപ്പിച്ച കുട്ടിയാണല്ലോ, ഓൻ ഫോർച്യൂണർ എടുത്താണല്ലോ പോണത് എന്നിങ്ങനെ തന്റെ ഡ്രൈവിംഗ് സ്കൂളിൽ ഇരുന്ന് കാണുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ, അതാ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഇപ്പോഴുള്ള സന്തോഷം. അത്രേ ഞങ്ങൾക്ക് വേണ്ടുള്ളൂ. അതിലപ്പുറം വേറെന്താ വേണ്ടത്? പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇതൊക്കെ ആളുകൾ സ്വീകരിച്ചു, ഇതൊക്കെ ആളുകൾ അംഗീകരിച്ചു. ഇതേപോലെ ദീനായി പറഞ്ഞ പലതും തള്ളി. അല്ലേ? മാലകൾ പണ്ടത്തെ പോലെ പാടാൻ ആളുകൾ തയ്യാറാണോ? മൗലിദികൾ പാടാൻ തയ്യാറാണോ? ഇല്ല. അത് ജനങ്ങൾ പാടാൻ തയ്യാറാകാത്തോണ്ടാണ് ഇപ്പൊ എങ്ങനെങ്കിലും ഇത് കുത്തിവെക്കണം എന്നുള്ള നിലക്ക് ബുർദ മജിലിസും മാല മജിലിസും ഒക്കെ ആളുകൾ ഉണ്ടാക്കി നോക്കിയത്. ഇങ്ങനെ പണ്ടത്തെ മാതിരി കുപ്പിയാകത്തുള്ളേ വസ്തുവിനെ പോലെ എന്നൊന്നും പാടാൻ ആളെ കിട്ടൂല. അപ്പൊ ഇങ്ങനെ കുപ്പിയാകത്തുള്ളേ അങ്ങനെയൊക്കെ ഒരു സ്റ്റൈലാക്കിയിട്ട് ഇങ്ങനെ പാടിയിട്ട് അതുപോലെ മൗലായ എന്നൊന്നും ചെല്ലാൻ ആളില്ല. അപ്പം മറ്റേ മൈക്കിൾ ജാക്സന്റെയും അതേപോലെ മറ്റേ കാറ്റ് സ്റ്റീവൻസിന്റെ ഒക്കെ രീതിയിൽ ഈ മൗലിദൊക്കെ ഒന്ന് പാടിയാൽ അപ്പൊ കേൾക്കാൻ കുറച്ച് ആളുകൾ ഉണ്ടാവും, അതിന് ചാടാനും ഉണ്ടാവും എന്ന് വിചാരിച്ച് നടക്കുന്നതല്ലാതെ സാധാരണക്കാർക്ക് ആർക്കാ ഇതിനോട് താല്പര്യം? പിഞ്ഞാണെഴുത്തുണ്ടോ? ഉറുക്കുണ്ടോ? ഏലസുണ്ടോ? ഇല്ല. എന്തേ? അതൊക്കെ ചെയ്തിരുന്ന ആളുകൾ ഇപ്പൊ ആസ്പത്രി തുടങ്ങി.
പണ്ട് ഉറുക്കെഴുതിയ ആളുകളും ഏലസ് എഴുതിയ ആളുകളും അതേപോലെ മന്ത്രിച്ചു കൊടുത്ത ആളുകളൊക്കെ ഇപ്പൊ ആരാ? ഹോസ്പിറ്റലിന്റെ MD, പിന്നെ ഹോസ്പിറ്റലിന്റെ GM, ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ പേരിന്റെ ബേക്കിൽ ആ MDയും GM ഒക്കെ ചേർക്കാൻ തുടങ്ങിയ ആളുകൾ. അതോടുകൂടി എന്തായി? ഈ ഉറുക്കു ഏലസൊക്കെ നിന്നും ആളുകൾ ഇവര് വരെ ഇത് നടത്തുകയാണെങ്കിൽ പിന്നെ അവിടെ പോണ്ടല്ലോ. ആരെങ്കിലും പോവോ? ഏറെ മികന്തുള്ളേ പേറ്റി വരുത്തത്തിൽ ഇന്റെ സഹബികള് പേരിനെ ചൊല്ലുകിൽ കുഹുറി മുടിയും മൂനമ്പള്ള തന്നിന്ന് കുട്ടി പിറക്കലില്ലാശക്കെന്നോവർ. എത്ര പ്രയാസപ്പെട്ട പ്രസവവേദനയായാലും ശരി, ഈ ബദരീങ്ങളുടെ പേര് പറഞ്ഞാൽ അപ്പ പ്രസവിക്കുന്ന. പണ്ടങ്ങനെ ചെയ്തു, ആളുകളത് ചെയ്തിരുന്നു. പള്ളിയിൽ നിന്ന് ഉസ്താദുമാര് വന്ന് നമ്മൾ ചോദിക്കണം, ഇത് മുജാഹിദികൾ പറയുന്ന നുണയാണോ എന്ന് നമ്മൾ നമ്മളുടെ ഉമ്മാമ്മമാരോട് ചോദിക്കണം. നമ്മുടെ ഉമ്മാമ ഗർഭിണിയായപ്പോൾ ഏത് വൈദ്യന്മാരുണ്ടായിരുന്നു ഇവിടെ? ചികിത്സാ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ? ഉമ്മാമ, നിങ്ങൾ ആ ചികിത്സയ്ക്ക് വിധേയായിരുന്നോ? അതല്ല പള്ളിയിൽ നിന്ന് ഉസ്താദ് വന്ന് നഫീസത്ത് മാലയും ബദർമാലയും പാടുകയായിരുന്നോ ചെയ്തത് എന്ന് ചോദിച്ചാൽ സത്യസന്ധയായ നമ്മുടെ ഉമ്മാമ പറയും, ഇല്ല മോനെ, ഒരു വൈദ്യരുടെ അരികിലും പോയിട്ടില്ല, ഒരു ഡോക്ടറുടെ അരികിലും പോയിട്ടില്ല. പള്ളിയിൽ നിന്ന് ഉസ്താദ് വന്നു, അദ്ദേഹത്തിന്റെ തലപ്പാവഴിച്ചു, ഒരു തല എന്റെ കയ്യിൽ തന്നു വാതിലിന്റെ ഉള്ളിലൂടെ, മറുതല അയാളും കയ്യിൽ പിടിച്ചു, എന്നിട്ടങ്ങ് പാടാൻ തുടങ്ങി. ചൊല്ലുവാൻ സാനത്തിനാലെ നൂറിച്ച ദുർപത്തേ ജപതനിലി പക്കായ മക്ക ദിക്കതിലി ഊദിത്തേ. ആ ഉദിച്ച നഫീസത്ത് ബീവിയുടെ നഫീസത്ത് മാല പാടാൻ തുടങ്ങി എന്നേ പറയുള്ളൂ. ഇന്നെന്തേ ആരും അതിനാളെ കിട്ടാത്തത്? ആരെങ്കിലും ഇല്ല. എന്താ ഈ ആസ്പത്രി തുടങ്ങിയ ആളുകൾ, ഈ ആസ്പത്രിയൊക്കെ ഇതൊന്നും വിശ്വാസമില്ലാത്ത വഹാബിയക്കും പുത്തംവാദിയക്കും അതേപോലുള്ള ആളുകൾക്കും. നമ്മളാളുകൾ വന്നാലോ ഓല നേരെ ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ, അതിന്റെ അപ്പുറത്ത് മാലാ തിയേറ്റർ. നമ്മളാളുകൾ നേരെ മാലാ തിയേറ്ററിലേക്ക്. എന്നിട്ടോ ഈ മാല പാടി പരിചയമുള്ള ആളുകൾ അവിടെ വെച്ച് മാല പാടുക. ഇവിടെ ഗ്ലൂക്കോസ് കൊടുക്കുമ്പോ അവിടെ നൂല് കെട്ടുക. ഇവിടെ ഇഞ്ചക്ഷൻ വേണ്ടി വരുമ്പോ അവിടെ അതിനെയൊക്കെ ഉറുക്കാക്കുക. ഇവിടെ സിസേറിയൻ വേണ്ടി വരുമ്പോ ഇവിടെ കുത്തറാത്തീവാക്കുക. എന്താ ചെയ്യാത്തത്? ചെയ്താൽ സമൂഹത്തെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ മുജാഹിദുകളായി മാറി ഈ സമുദായം. മുജാഹിദുകളായി മാറി ഈ സമുദായം. പല കാര്യങ്ങളിലും ഒരാൾക്കും മാറി നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ, നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ, അല്ലെ? പണ്ടൊക്കെ അടയാളം പറഞ്ഞിരുന്ന എന്താ? വഹാബിന്റെ അടയാളം തലയിൽ മുടി കൈമക്കടി. അങ്ങനെ തലയിൽ മുടിയും കൈമക്കടിയും കണ്ടാൽ അപ്പൊ വഹാബിയാന്ന് ഉറപ്പിച്ചോളണം. വേറെ ആരും തലയിൽ മുടി വെക്കൂല മാപ്പിളാര്. ആ അവസ്ഥയിൽ നിന്ന് ഈ സമുദായം മാറി. ഇതൊന്നും അപ്പറഞ്ഞതൊന്നും ദീനല്ല എന്ന് ജനങ്ങൾ മനസ്സിലായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിങ്ങനെ വന്ന് പറഞ്ഞപ്പോ ആളുകൾ പല പ്രദേശങ്ങളിലും മുജാഹിദ് പണ്ഡിതന്മാർ ചെന്ന് പ്രസംഗിച്ചപ്പോ അത് ശരി, എന്നാ പിന്നെ നമ്മളത് സ്വീകരിക്കുക എന്ന് പറഞ്ഞ് തക്ബീർ ചൊല്ലി സ്വീകരിച്ചതല്ല. ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരെ എറിഞ്ഞോടിച്ചു നാടുകളിൽ നിന്ന്. ഈ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ പ്രസംഗിക്കുന്ന വേദികളിലേക്ക് പാഞ്ഞു കയറി സെയ്ദ് മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാരുടെ കഴുത്തിൽ കത്തിച്ച മാലപ്പടക്കങ്ങൾ ചാർത്തി. മുത്തന്നൂരിലെ പാവപ്പെട്ട ഇസ്ലാഹി പ്രവർത്തകന്റെ മയ്യത്ത് പള്ളിപ്പറമ്പിൽ മറവ് ചെയ്യാൻ അനുവദിക്കാതെ വഴിയരികിൽ പുഴുത്തു നാറുന്ന അവസ്ഥയുണ്ടാകണമെന്ന് ഈ നാട്ടിലെ പൗരോഹിത്യം ആഗ്രഹിച്ചു. ഒരുപാട് ആളുകളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഒരുപാട് ആളുകൾക്ക് മർദ്ദനമേറ്റു. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുടെ പ്രവർത്തകന്മാരുടെ ചോര കേരളത്തിൽ വീണു. അങ്ങനെ ഉണ്ടായതായി ഈ മാറ്റം. അങ്ങനെ ഉണ്ടായതാണ് ഈ മാറ്റം. അല്ലാതെ മുജാഹിദികൾ വന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ അല്ലാഹു അക്ബർ, എല്ലാരും നാളെ മുതൽ എങ്ങനെ കയ്യെഴുത്ത് പഠിപ്പിക്കുക, എല്ലാരും നാളെ മുതൽ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് തീരുമാനിച്ചതല്ല. വാദപ്രതിവാദങ്ങളിലൂടെ, ഖണ്ഡന പ്രസംഗങ്ങളിലൂടെ, ചർച്ചകളിലൂടെ, നോട്ടീസുകളിലൂടെ, പോസ്റ്ററുകളിലൂടെ, പ്രസംഗങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ ഈ സമുദായത്തെ മുജാഹിദുകൾ മാറ്റിയെടുത്തു. എന്നാ പിന്നെ നിങ്ങൾക്ക് അടങ്ങിയിരുന്നൂടെ? പോരാ. പണ്ട് ചോദിച്ചല്ലോ,
ആക്സിഡന്റ് ഉണ്ടായിന്, എന്താ വല്ലതും പറ്റിയോ, കൈക്കോ കാലിനോ വല്ലതും പറ്റിയോ? കൈക്കും കാലിനോ ഒന്നും പറ്റിയിട്ടില്ല, തല അപ്പുറത്തെ പറമ്പിലുള്ളത്. അതേമാതിരി നമ്മളെ കയ്യും കാലും ഒക്കെ റെഡിയാണ്, തല റെഡിയായിട്ടില്ല. അതിനുള്ള പളിയിലാ മുജാഹിദുകൾ. എന്താ? തല ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ചെയ്യുന്ന ഏത് നന്മക്കും നാളെ പരലോകത്തെ അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്തിച്ചേരണമെന്ന വിശ്വാസത്തോടു കൂടിയാണ് പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ നാം കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അല്ലേ? പള്ളിയിൽ നിന്ന് സുബഹിക്ക് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന ബാങ്ക് കേൾക്കുമ്പോ നമുക്കറിയാം തണുപ്പുണ്ട്, പുറത്ത് മഞ്ഞ് പെയ്യുന്നുണ്ട് എന്നറിഞ്ഞിട്ടും 55, 60, 65, 70 വയസ്സ് പ്രായമായിട്ടും എന്തിനാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ പള്ളിയിലേക്ക് പോകുന്നത്? ആ പള്ളിയിൽ ചെന്നാൽ ആ ഹൗദിലുള്ളത് തണുത്ത വെള്ളമാണെന്നറിയാം, എന്നിട്ടും എന്തേ അവിടേക്ക് പോകുന്നത്? കോരിച്ചെരിയുന്ന മഴയത്തും എന്തിനാണ് പള്ളിയിൽ ജമാഅത്തിന് പോകുന്നത്? അതിശക്തമായ ചൂട്, സൂര്യനാകാശത്ത് കത്തിജ്വലിക്കുന്ന സമയത്തും ഈ പറമ്പ് കിളക്കാൻ പോകുന്ന ജോലിക്കിടയിലും എന്തിനാണ് പ്രിയപ്പെട്ട സഹോദര നോമ്പെടുക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. പരലോകത്ത് രക്ഷപ്പെടണം, പരലോകത്ത് രക്ഷപ്പെടണം. പക്ഷേ ആ പരലോകത്ത് നാം രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്താ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞാൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ആകാശമുണ്ടാക്കിയത് അള്ളാഹുവാണെന്ന് വിശ്വസിക്കൽ മാത്രമാണോ? ഭൂമി ഉണ്ടാക്കിയത് അള്ളാഹുവാണെന്ന് വിശ്വസിക്കലാണോ? സൂര്യചന്ദ്രന്മാരെ സംവിധാനിച്ചത് അള്ളാഹുവാണെന്ന് വിശ്വസിക്കലാണോ? ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന് വിശ്വസിക്കലാണോ? എല്ലാവർക്കും എല്ലാ കഴിവുകളും നൽകുന്നത് അള്ളാഹുവാണെന്ന് വിശ്വസിക്കലാണോ? പോരാ. കാരണം എന്ത്? ഈ വിശ്വാസങ്ങളൊക്കെ മക്കയിലുള്ളവർക്കുണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, ആരാണ് ആകാശമുണ്ടാക്കിയത്? ആരാണ് ഭൂമി ഉണ്ടാക്കിയത്? ആരാണ് സൂര്യചന്ദ്രന്മാരെ ഉണ്ടാക്കിയത്? അവരുടെ മറുപടി അള്ളാഹു എന്നാണ്. കഅബാലയത്തിന്റെ അരികിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി ചെല്ലുന്ന മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അവർ വിളിച്ചു പറയുകയാണ്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. നിനക്ക് യാതൊരു പങ്കാളിയും ഇല്ല, ഒരു പങ്കാളിയല്ലാതെ. എന്താ പങ്കാളിയുടെ പ്രത്യേകത? ആ പങ്കാളിയും ആ പങ്കാളിയുടെ കഴിവുകളും ഒക്കെ നിനക്കുള്ളതാകുന്നു, നീ കൊടുക്കാത്ത ഒരു കഴിവില്ല. ഇതൊക്കെ അവര് വിശ്വസിച്ചു. ഈ വിശ്വസിച്ച സമൂഹത്തോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഇതാ നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും അഹങ്കാരികളായി മാറിയാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, വളരെ നിന്ദ്യരായി അവർ നരകത്തിൽ പ്രവേശിക്കും. ആരോടാ ദുആ ചെയ്യേണ്ടത്? ഈ ലോകം സൃഷ്ടിച്ച സംരക്ഷിക്കുന്ന, എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന റബ്ബിനോട്. അതാണോ നമ്മൾ സ്വീകരിക്കുന്നത്? അല്ല. എന്നാൽ അതല്ലേ പ്രവാചകന്മാർ സ്വീകരിച്ചത്? അതെ. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചോളൂ. അതാണ് ഖുർആൻ പരിഭാഷയെ ആളുകൾ എതിർത്തത്. ഈ ഖുർആൻ ആളുകൾക്ക് മുമ്പിൽ പരിഭാഷപ്പെടുത്തപ്പെട്ടാൽ എന്താണ് ഖുർആനിലുള്ളതെന്ന് ആളുകൾ അറിയും. അതാളുകൾ അറിഞ്ഞാൽ മരിച്ചുപോയ മഹാന്മാരുടെ മക്ബറകളിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു സമുദായം ഉണ്ടാവുകയില്ല. ജാറങ്ങൾ കെട്ടി ഉയർത്തി ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അവിടങ്ങളിലേക്ക് സിയാറത്ത് ടൂർ നടത്തുന്ന ഒരു സമുദായത്തെ കാണാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഖുർആൻ പരിഭാഷയെ എതിർത്തത്. നോക്കിക്കോ, ആദം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, മൂസായുടെ, ഈസായുടെ, ഇബ്രാഹിമിന്റെ, ഇസ്മായിലിന്റെ, ഇസ്ഹാഖിന്റെ എന്നിങ്ങനെ തുടങ്ങിയ അലൈഹിമിസ്സലാം, ഈ നബിമാരുടെയൊക്കെ പ്രാർത്ഥന എന്തിന്? കുട്ടിയുണ്ടാകാൻ, രോഗം മാറാൻ, പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ, പാപം തെറ്റ് പൊറുക്കപ്പെടാൻ എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് ആവശ്യങ്ങൾ. ഈ പ്രാർത്ഥനകളൊക്കെ അവരാരോട് നടത്തി? അള്ളാഹുവിനോട് നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
രാവിലെ ഉറക്കമുണരുമ്പോൾ പ്രാർത്ഥന, ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥന, അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന, പള്ളിയിൽ കയറുമ്പോൾ പ്രാർത്ഥന, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന, നിസ്കാരത്തിന് മുഴുവൻ പ്രാർത്ഥന, സലാം വീട്ടിയാൽ പ്രാർത്ഥന, പള്ളിയിൽ നിന്ന് ഇറങ്ങിയ പ്രാർത്ഥന, വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥന, വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന, പുതിയ കുപ്പായം ധരിക്കുമ്പോൾ പ്രാർത്ഥന എന്നിങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രാർത്ഥനകൾ. ആരോടായി ദുആ ഒക്കെ? ആരോടായി ദുആ ഒക്കെ? ഏതെങ്കിലും ഒരു നബിയോട്, ഏതെങ്കിലും ഒരു വലിയനോട്, ഏതെങ്കിലും ഒരു സഹാബിയോട്, ഏതെങ്കിലും ഒരു ഷഹീദിനോട് ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ? നമ്മൾ പറയും മുജാഹിദുകളെ പറ്റി, മുജാഹിദുകൾ അമ്പിയാക്കളോട് ബഹുമാനില്ലാത്തവരാണ്, ഔലിയായിനോട് ബഹുമാനില്ലാത്തവരാണ്. എന്താ കാരണം? ഓലോടൊന്നും തേടാൻ പാടില്ല എന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഔലിയായിനോട്, അമ്പിയായിനോട്, വലിയനോട്, സിദ്ദീഖിനോട്, ശുഹദായിനോട് സ്നേഹമില്ലാത്തവരായിരുന്നോ? അള്ളാഹുവിന്റെ റസൂലിന് അങ്ങനെ സ്നേഹമില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സ്നേഹം വേറെ, പ്രാർത്ഥന വേറെ. സ്നേഹം വേറെ, പ്രാർത്ഥന വേറെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോടല്ലാതെ മറ്റൊരു ശക്തിയോടും ജീവിതത്തിലുണ്ടായ ഒരു പ്രയാസത്തിന്റെയും സന്ദർഭത്തിൽ തേടിയില്ല. അതല്ലാത്ത സന്ദർഭങ്ങളിലും തേടിയില്ല. തേടിയത് മുഴുവൻ ആരോട്? അള്ളാഹുവിനോട്. ആ റസൂലിന് ശേഷം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിനോട് തേടിയില്ല. ആ അബൂബക്കർ സിദ്ദീഖിന് ശേഷം ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ റസൂലിനോട് തേടിയില്ല, ആ അബൂബക്കറിനോട് തേടിയില്ല. തേടിയത് ആരോട്? അള്ളാഹുവിനോട്. മുജാഹിദുകളും അതേ പറയുന്നുള്ളൂ ഈ സമൂഹത്തോട്. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ, ആ അമ്പിയാക്കളെ അംഗീകരിച്ച് ജീവിച്ചവർ, അവർ തങ്ങളുടെ ജീവിതത്തിൽ ആരോട് തേടി, ആരോട് പ്രാർത്ഥിച്ചു? അവരോടെ നമ്മളും പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് മുജാഹിദുകൾ പറയുമ്പോ, എന്നാ പിന്നെ നിങ്ങൾക്ക് പെണ്ണെട്ടിച്ചേരൂല, നിങ്ങളോട് നമ്മൾ സലാം പറയൂല, നിങ്ങൾ മരിച്ചാൽ നമ്മൾ മയ്യത്ത് നിസ്കരിക്കൂല എന്നാരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കണ്ടെന്നല്ലാതെ വേറെ പേന പറയാൻ പറ്റും? ഇത് പറഞ്ഞത് കൊണ്ടാണ് മുജാഹിദുകളോട് സലാം പറയാത്തതെങ്കിൽ സഹോദര അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് നിസ്കാരത്തിൽ പറയാൻ പറ്റൂല. കാരണം ആ നബി ആരോടെ തേടിയിട്ടുള്ളൂ? അള്ളാഹിനോടെ തേടിയിട്ടുള്ളൂ. നമുക്ക് ആ അള്ള പോരെ. എന്തുകൊണ്ടാണ് നമ്മൾ അള്ളാഹു അല്ലാത്തവരോട് തേടുന്നത്? അവിടെയാ കുഴപ്പം. നമ്മുടെ വിശ്വാസം തെറ്റിപ്പോകുന്നത് അവിടെയാ. എന്തുകൊണ്ടാണ് നമ്മൾ അള്ള അല്ലാത്തവരോട് തേടുന്നത്? നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഇവിടുന്ന് വിളിച്ചാൽ മടവൂർ ഷെയ്ഖ് കേൾക്കും, മമ്പർതങ്ങൾ കേൾക്കും, ബഗ്ദാദിലിരിക്കുന്ന മൊഹീദ്ദീൻ ഷെയ്ഖ് കേൾക്കും, റിഫായി ഷെയ്ഖ് കേൾക്കും എന്നാണല്ലോ. അവർ നമ്മളെ സഹായിക്കും എന്നാണല്ലോ. ചിലര് പറഞ്ഞ് 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 എവിടെ വരെ എത്തിയെന്നറിയോ? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അള്ളാഹു കാണുന്നത് പോലെ കാണുകയും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും, അള്ളാഹു അറിയുന്നത് പോലെ അറിയുകയും, അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കുകയും ചെയ്യും. ആ വിശ്വാസത്തിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോവാൻ ശരിയാണോ അത്? ഒരു മുസ്ലിയാർ ഒരു കഥ പറയാൻ. സൗദി അറേബ്യയിലെ ഒരു ഹാജി, കോഴിക്കോട്ടുകാരനാണ്. മൂപ്പര് സൗദി അറേബ്യയിൽ ജയിലിൽ കുടുങ്ങി. 2 ദിവസം മൂപ്പര് ജയിലിലായി. മൂപ്പരിങ്ങനെ വിടുന്നില്ല, ജയിലിൽ തന്നെയാണ്. 3-ാമത്തെ ദിവസം മൂപ്പരാലോചിച്ച്, ഞാനെന്തിനാ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്? ഇന്റെ ശൈഖില്ലേ, അതുവരെ അള്ളഹാനോട് പറഞ്ഞു നോക്കിയ ഒരു പരിഹാരം ഇല്ല. അപ്പോഴാ മൂപ്പര് ചിന്തിക്കണത് എന്ത്? ഞാനെന്തിനാ ഇങ്ങനെ വെറുതെ ഇവിടെ നിൽക്കണം? എന്റെ ശൈഖില്ലേ, ഒരൊറ്റ വിളി ശൈഖേ. CM മടവൂര് കേട്ടു. മൂപ്പര് നേരെ സൗദിയിലെത്തി. ജയിലിൽ കയറി മൂപ്പര് അടച്ച സെല്ലിൽ ചെന്ന് മൂപ്പരെ കൈപിടിച്ചിങ്ങി പിടി. എന്നിട്ട് പുറത്ത് 2 സാധുക്കൾ പോലീസുകാർ കുത്തിരിക്കുന്നുണ്ട്. ഓരോട് എന്തൊക്കെയോ അറബി പറഞ്ഞ് ഇയാളെ കൂട്ടി റൂമിൽ കൊണ്ടുപോയാക്കി. പിന്നെ ശൈഖിനെ കണ്ടില്ല എന്നാ. ഇത് ഒരു നമ്മൾ ഈ മായാവി, മറ്റേ വിക്രു പക്രു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബാലരമയിലും പൂമ്പാറ്റയിലൊക്കെ വരുന്ന കഥ ഉണ്ടല്ലോ, ആ ജാതി കഥയല്ല. ഒരു മൊയ്ലിയാര് വലിയ കാര്യത്തിൽ ഇരുന്ന് കണ്ണുമുഖമൊക്കെ വലുതാക്കിയിട്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുത്ത കഥയാ. ഈ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ നടക്കുമോ ഇങ്ങനൊരു സംഭവം? സൗദിയോടെ കേട്ടെ. നമ്മളെ ബാലുശ്ശേരി ഇങ്ങനെ ഒരാളിങ്ങനെ ചെന്നിട്ട് ലോക്കപ്പ് കിടക്കുന്ന ഷഡ്യൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ചെങ്ങായനെ ലോക്കപ്പ് തുറന്ന് ജി വാ എന്ന് പറഞ്ഞ് കൂട്ടുക. എന്നിട്ട് അവിടെയുള്ള റൈറ്ററോട് ഇവനെയും കൂട്ടി ഞാൻ പോവാണെന്ന് പറയാ. എങ്ങനെ ഉണ്ടാവും?
ഇത് അറിയാവുന്ന മനുഷ്യന്മാരോടാ പറയുന്നത്. സൗദി അറേബ്യയിലെ ജയിലിലേക്ക് CM കയറിച്ച ഇയാളെയും കൂട്ടി പോന്നു. എന്നിട്ട് മൂപ്പര് പറയുന്നതാ, ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും മണ്ണിന്റെ അടിയിൽ നടക്കുന്നത് വരെ മഹാന്മാരറിയും. എന്നാ നമ്മൾ ചില മഹാന്മാരെ പരിശോധിച്ചു നോക്കുക. ഈ മടവൂരിന് മുമ്പ്, അതേപോലെ വമ്പറം ശൈഖിന് മുമ്പ്, അതേപോലെ ചെറുവണ്ണൂരിന് മുമ്പ്, അതേപോലെയുള്ള ആളുകൾക്കൊക്കെ മുമ്പ് കഴിഞ്ഞു പോയൊരു മഹാനാണ് ഇബ്രാഹിം എന്ന പേര്. ഖുർആനിൽ മൂപ്പരെ പേരൊക്കെ പറയുന്നുണ്ട്. ഈ ഇബ്രാഹിമിന്റെ വീട്ടിൽ കുറെ ആളുകൾ വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് കുറച്ചാൾ വന്നു. വന്നപ്പോൾ സൽക്കാരപ്രിയനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു മൂരിക്കുട്ടിയെ അറുത്ത് പാകം ചെയ്ത് ഭക്ഷണമാക്കി അതിഥികളുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തു. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോ മുഹീദ്ദീൻ ശൈഖ് കാണും, കേൾക്കും, അറിയുമെന്ന വിശ്വാസത്തോടെ മുഹീദ്ദീൻ ശൈഖയെ കാക്കണേ എന്ന് പറയുന്ന, ബദരീങ്ങളെ സഹായിക്കണേ എന്ന് പറയുന്ന, ജീവിതത്തിലെ പ്രതിസന്ധി നീക്കാൻ വേണ്ടി മടവൂർ ശൈഖിന്റെ മക്ബറയിൽ പോയി തലതല്ലി കരയുന്ന, വടകര മമ്മദാജി തങ്ങളുടെ നേർച്ചക്ക് പോയാൽ, ഉറൂസിന് പോയാൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും സഹോദരന്മാരെന്റെ വാക്ക് കേൾക്കുന്നുവെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നിങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര, ഇതൊന്ന് കേൾക്കണം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു മൂരിക്കുട്ടിയെ അറുത്ത് കൊണ്ടുപോയി വെച്ചു കൊടുത്തു. വന്ന ആളുകൾ തിന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പേടിയായി. പണ്ഡിതന്മാർ വിശദീകരിക്കും, എന്താ പേടിക്ക് കാരണം? അങ്ങനെയാണല്ലോ, നമ്മളെ വീട്ടിൽ കുറച്ച് ആള് വന്ന് നമ്മൾ ഒലിക്ക് ഓരോ ഗ്ലാസ് വെള്ളം ആദ്യം കൊണ്ടുപോയി കൊടുത്തു. ഇവര് വെള്ളമൊന്നും കുടിക്കാതെ ഇങ്ങനെ കൈയും ബാഗ് കെട്ടിയിട്ട് ഗൗരവത്തിൽ നിൽക്കുകയാണ്. നമ്മളെന്താ മനസ്സിലാക്കുക? പടച്ചവനെ, ഇതെന്തോ കെണിഞ്ഞ ഏർപ്പാടാണല്ലോ, കൊട്ടേഷനോ തട്ടിക്കൊണ്ടുപോക്കോ ഭീഷണിയോ ഇറക്കിവിടലോ എന്തോ ആണല്ലോ എന്നേ എല്ലാവരും വിചാരിക്കുള്ളൂ. ഇബ്രാഹിം നബിയോ അതുപോലെ വിചാരിച്ചു, പേടിയായി. അപ്പോഴതാ വന്നവർ പറയുന്നു, ഇബ്രാഹിം പേടിക്കേണ്ട, ഞങ്ങൾ മലക്കുകളാണ്, ഞങ്ങൾ മലക്കുകളാണ്, ഞങ്ങൾ ലൂത്തിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ആ പോകുന്ന വഴിയിൽ നിങ്ങളുടെ ഭാര്യ പ്രസവിക്കുമെന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാ ഞങ്ങൾ. ആരോടാ പറയണത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്. ആരെ പറ്റിയാ പറയണത്? വീട്ടിൽ വന്ന ആളുകൾ അവരെ പറ്റി പറഞ്ഞു കൊടുക്കുക. ഇബ്രാഹിം നബിക്ക് മനസ്സിലായോ? ഇല്ല. ഇബ്രാഹിം നബിക്ക് മനസ്സിലായോ? ഇല്ല. ഈ കേരളത്തിലെ ഒരു മൂലയിൽ നിന്ന് മുഹീദ്ദീൻ ശൈഖയെ കാക്കണേ എന്ന് മലയാളത്തിൽ വിളിച്ചു പറഞ്ഞാൽ ശൈഖ് ജീലാനി അത് അറിയും, കേൾക്കും, എന്നെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന സുഹൃത്തെ, ഇബ്രാഹിം നബിയെ പറ്റി എന്ത് പറയാനുണ്ട് നമുക്ക്? എന്ത് പറയാൻ കഴിയും? യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ യൂസുഫിനെയും കൊണ്ടുപോയി. യൂസുഫിനെ ഒരു കിണറ്റിലേക്ക് എറിഞ്ഞു. കൊല്ലേണ്ടതില്ല, കിണറ്റിലിടാം തീരുമാനിച്ചു. കിണറ്റിലിട്ടു. യൂസുഫിന്റെ കുപ്പായത്തിൽ വ്യാജരക്തം പുരട്ടി പിതാവിന്റെ മുമ്പിൽ ഹാജരാക്കി ഉപ്പ. ഇതാ യൂസുഫിനെ ചെന്നായ പിടിച്ചുപോയി, യൂസുഫിനെ ചെന്നായ പിടിച്ചുപോയി. ഞങ്ങൾ ഓടിക്കളിക്കുന്ന സമയത്ത് യൂസുഫിനെ ഞങ്ങളെ ചരക്കുകൾ നോക്കാൻ ഏർപ്പെടുത്തിയതായിരുന്നു. പക്ഷേ ഉപ്പ അതിനിടയിൽ ചെന്നായ പിടിച്ചുപോയി എന്ന് ഈ മകന്റെ ചോര പുരണ്ട വസ്ത്രവുമായി വന്ന മക്കളോട് യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞതെന്താ? ഒരു മിനിറ്റ്, ഞാൻ പോയിട്ട് യൂസുഫിന്റെ കിണറ്റിൽ അവനെ എടുത്ത് വന്നിട്ട് ഇതിന്റെ മറുപടി ഞാൻ അപ്പൊ പറഞ്ഞുതരാം എന്ന് പറഞ്ഞോ? മകൻ യൂസുഫ് കിണറ്റിലാണെന്ന വിവരം അറിഞ്ഞോ? മകൻ യൂസുഫ് ചന്തയിലെ വിൽപ്പന ചരക്ക് നമ്മുടെ നാട്ടിലെ കന്നുകാലി ചന്തകളിൽ മൂരിയെ വിൽക്കാൻ വെച്ചതുപോലെ തന്റെ പ്രിയപ്പെട്ട മകനായ യൂസുഫിനെ മനുഷ്യ ചന്തയിൽ കച്ചവടത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണെന്ന വിവരം യാക്കൂബ് നബി അലൈഹിസ്സലാം അറിഞ്ഞോ? അറിഞ്ഞില്ല. പക്ഷെ നമ്മളെ നാട്ടിലെ തങ്ങളെ പറ്റി നമ്മളെ വിശ്വാസം എന്താ? മൂപ്പരെല്ലാരും ഇബ്രാഹിം നബി അറിയില്ല, യാക്കൂബ് നബി അറിയില്ല, മൂസാ നബി അറിയില്ല. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനുൽ മുസ്തലഖ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട യാത്രാ സംഘം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. സാധാരണയായി അല്ലാഹുവിന്റെ റസൂൽ യാത്ര പോകുമ്പോൾ ഒരു ഭാര്യയെ ഒപ്പം കൊണ്ടുപോകും. ആ യുദ്ധത്തിന് പോകുമ്പോൾ ഉണ്ടായിരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്.
തിരിച്ചു വരുമ്പോൾ സംഘം തങ്ങളുടെ പ്രഭാത കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് തമ്പടിച്ചു. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ആളുകൾ പോയി. കൂട്ടത്തിൽ ആയിഷ ബീവിയും പോയി. തിരിച്ചു വന്ന് ഒട്ടകക്കട്ടിലിൽ കയറിയിരിക്കാൻ നോക്കുമ്പോഴാണ് അറിയുന്നത് മാല കാണാനില്ല. നമ്മളെ നാട്ടിൽ ഒരാളെ മാല കാണാതായപ്പോയാ അപ്പൊ ബീവിന്റെ അടുത്താ പോവാ. ഇവിടെ ബീവിന്റെ മാല തന്നെ കാണാനില്ല അല്ലേ? നമ്മളെ വീട്ടിൽ നിന്ന് ഒരു മാല കാണാതായാൽ അപ്പോൾ എന്താ പറയാ? ആ മേപ്പയ്യൊരു ബീവി ഉണ്ട് കേട്ടോ, എവിടെയാളെന്ന് അപ്പൊ പറഞ്ഞു തരുന്ന. ഇവിടെ ആയിഷ ബീവിന്റെ മാല വീണത് ബീവി അറിഞ്ഞില്ല. അന്വേഷിച്ചു പോയി. നീ ഒരാളെ പറഞ്ഞേച്ചാ ഇത് എന്റെ മാല ഉണ്ട് അവിടെ വീണിന്, ഉള്ള സ്ഥലമൊക്കെ ഞാനിങ്ങനെ കാണുന്നുണ്ട്, നീ പോയി അതെടുത്തോന്ന് പറഞ്ഞില്ല. അന്വേഷിച്ചു പോയി. ആയിഷ ബീവി അന്വേഷിച്ചു പോയ സമയത്ത് ആയിഷ ബീവിയുടെ ഒട്ടകക്കട്ടിൽ സഹാബികൾ എടുത്ത് പുറത്തു വെക്കുക. ഒട്ടകത്തിന്റെ പുറത്ത് സംഘം യാത്രയായി. ആരാ നേതാവ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികളൊക്കെ ഇങ്ങനെ ഇളകിയപ്പോ അവിടെ എന്താ കാര്യം റസൂലേ? എന്റെ ഭാര്യ അവളുടെ മാല നഷ്ടപ്പെട്ടു പോയി, അതെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, ഒട്ടകക്കട്ടിൽ അവളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ? അത് റസൂലേ നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങടെ കൽബകമെന്നോവർ പാടിയോ? ഇല്ല. സംഘം പോയി. കൂട്ടത്തിലുള്ള ഒരു സഹാബിയും ഞാൻ നേരത്തെ പേരെടുത്ത് പറഞ്ഞതും പറയാത്തതുമായ ഈ നാട്ടിലോ മറുനാട്ടിലോ ഉള്ള മുഴുവൻ ശൈഖുമാരെക്കാളും അല്ലാഹുവിന്റെ റസൂലിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെക്കാളും ഉത്തമന്മാരായ സഹാബികളിൽ ഒരാൾ പോലും പറഞ്ഞില്ല, റസൂലേ നിക്ക് ആയിഷ ബീവി ഒട്ടകക്കട്ടിലില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയണ എന്താണെന്നറിയോ? ഞാനൊരു മെലിഞ്ഞ പെണ്ണായോണ്ട് ഞാൻ അതിലുണ്ടോ ഇല്ലയോ എന്ന് സഹാബിയൊക്കെ മനസ്സിലായില്ല. ഇത് എടുത്തു നോക്കുമ്പോ അത്രേ കാണുള്ളൂ. അപ്പൊ ആയിഷ ബീവി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സഹാബിയൊക്കെ മനസ്സിലായില്ല. പോയി. സാധാരണ യാത്രാ സംഘത്തിന്റെ പിന്നാലെ ഏതെങ്കിലും ഒരു സഹാബി വരും, വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അതേപോലെ ശത്രുക്കൾ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അറിയാൻ. ആ വരുന്ന സഹാബി കാണുന്നു ആയിഷ റളിയല്ലാഹു അൻഹ ഇരിക്കുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചോദിച്ചു, എന്ത് പറ്റി ബീവി? ഇങ്ങനെയാണ് സംഭവം. എന്റെ വാഹനപ്പുറത്ത് കയറുക. സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാഹനപ്പുറത്ത് കയറി ആയിഷ റളിയല്ലാഹു അൻഹ മദീനയിലെത്തുന്നു. അവസരം പാർത്തു നിന്ന മുനാഫിഖുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ വിശ്വാസികളുടെയും മാതാവ് ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി അപവാദം പറയാൻ തുടങ്ങി. സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും ചേർത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? എനിക്കറിയാം, ഞാൻ നിങ്ങളെ ഉള്ളിലുള്ളതൊക്കെ കാണും. അല്ല കാണുന്നത് പോലെ കാണാനും അല്ല കേൾക്കും പോലെ കേൾക്കാനും അല്ല അറിയും പോലെ അറിയാനും എനിക്ക് കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. ഓരോരുത്തരെയും പലരെയും വിളിച്ച് ചോദിച്ചു, എന്താ ആയിഷാനെ പറ്റി അഭിപ്രായം, എന്താ സഫ്വാനെ പറ്റി അഭിപ്രായം, എന്താ ആയിഷാനെ പറ്റി അഭിപ്രായം? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലിന്റെ പെരുമാറ്റത്തിൽ തന്നെ അസ്വാഭാവികത തോന്നി. സാധാരണ പോലെ റസൂൽ മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. സമ്മതം ചോദിച്ചു സ്വന്തം വീട്ടിൽ പോകാൻ. വീട്ടിൽ പോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. പനി ബാധിച്ചു, ശരീരം ക്ഷീണിച്ചു. ഒരു ദിവസം പ്രാഥമിക കർമ്മത്തിന് വേണ്ടി വേലക്കാരിയോടൊപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോ ഈ വേലക്കാരി ഉമ്മു മിസ്തഹ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെ വേലക്കാരിയാണ്. അവർ പറഞ്ഞു, മിസ്തഹ് തുലയട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താ നിങ്ങൾ ഈ പറയണത്? മിസ്തഹ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. ആ മിസ്തഹിനെ പറ്റി എന്താ നിങ്ങൾ ഇങ്ങനെ പറയണത്? അപ്പോഴാണ് ഈ സ്ത്രീ സംഗതികളൊക്കെ പറയണത്. ആയിഷ, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ലോകത്ത്, ഇവിടെ ഇതൊക്കെയാണ് ചർച്ച എന്ന വിവരം അപ്പോഴാ ബീവി അറിയുന്നത്. അല്ലാതെ ഇങ്ങനെ എന്നെ പറ്റിയുള്ളതൊക്കെ ഞാൻ അറിയോ, ആളുകള് സൗദിന്ന് വിളിച്ച അവിടെ അടൂര് അറിയില്ലേ, അതേമാതിരി ഈ മദീനയിൽ നടക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്, അതൊന്നും എന്നോട് പറയണ്ട എന്നാണോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്? അല്ല, എന്റെ കാര്യത്തിൽ അള്ളാഹു ഒരു തീരുമാനമെടുക്കും. എന്റെ കാര്യത്തിൽ അള്ളാഹു ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനമെടുത്തു. വലൗലാ ഇദ് സമിഅ്തുമൂഹു അന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറൻ വഖാലു ഹാദാ ഇഫ്കും മുബീൻ.
എന്തേ ഇത്തരമൊരു വർത്തമാനം കേട്ടപ്പോ? ഇത് ഞങ്ങൾ പറയാൻ പാടില്ലാത്തതാണ്, ഇത് ഞങ്ങൾ പറയാൻ പാടില്ല, ഇത് അപവാദമാണ് എന്ന് എന്തുകൊണ്ട് വിശ്വാസിനികൾ വിചാരിച്ചില്ല? ഖുർആൻ ചോദിച്ചു, ശിക്ഷ വിധിച്ചു. ആർക്കാ ശിക്ഷ കിട്ടിയത്? ഒന്ന് മിസ്തഹ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിക്ക്. നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും ഒരു പ്രയാസം കിണറ്റിൽ വീഴാൻ പോകുമ്പോൾ വിളിക്കുക ബദരീങ്ങളെ. ആരാ സഹായിക്കേണ്ടത്? മിസ്തഹ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ബദരീങ്ങൾ. ആ മിസ്തഹ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞ അപവാദം സത്യമാണെന്ന് വിചാരിച്ച് പറഞ്ഞു പോയതിന്റെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങി എന്ന് ചരിത്രം പറയുന്നു. സഹോദരന്മാരെ, പിന്നെ ആരാ ഇത് കേൾക്കുക? ആരാ കാണുക? ഇത് കണ്ടു കേട്ടു എന്നെങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇനി അതിന്റെ അപ്പുറത്ത് പോയിട്ടൊന്ന് പറയട്ടെ. ഞാൻ മുജാഹിദുകൾ പുതിയതൊന്നും പറയണില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതും പുതിയതല്ല. ഞാൻ പറഞ്ഞു ഖുർആന്റേതാണ്, റസൂലിന്റെ കൽപ്പനയാണ്. ഇനി അവിടുന്ന് പോയാൽ ഇതിലും നമ്മൾ മുജാഹിദാണ്. പക്ഷെ പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ 365 ദിവസവും മുജാഹിദാണ്. ഇംഗ്ലീഷ് ഭാഷയുടെ കാര്യത്തിൽ 365 ദിവസവും മുജാഹിദാണ്. കൊല്ലം മുഴുവൻ മുജാഹിദ അക്കാര്യത്തിലൊക്കെ. പക്ഷെ ഇക്കാര്യത്തിൽ കൊല്ലത്തിൽ ഒരു ദിവസം മാത്രം മുജാഹിദാവും. അതെപ്പോഴാ? ബലിപെരുന്നാളിന് നമ്മളെല്ലാവരും മുജാഹിദ് അല്ലാത്തവർക്ക് ബലിപെരുന്നാളില്ല. അതെങ്ങനെ? ബലിപെരുന്നാളിന് നമ്മൾ ബലിയിറക്കും. ബലിപെരുന്നാളിന്റെ തൊട്ട് മുമ്പത്തെ വെള്ളിയാഴ്ചയായാലും അതിനിറങ്ങുന്ന നോട്ടീസായാലും അതിന് ഒട്ടിക്കുന്ന ബുള്ളറ്റിനായാലും ഒക്കെ ഉണ്ടാവും എന്താ? ത്യാഗത്തിന്റെ സന്ദേശവുമായി ബലിപെരുന്നാൾ, അല്ലേ? എന്താ ത്യാഗം? ബലിപെരുന്നാളിന് എന്താ ത്യാഗം? എല്ലാ ഉസ്താദുമാരും പറയില്ലേ കഥ? ഇബ്രാഹിം നബിയുടെ കഥ എന്താ? സ്വന്തം മകനെ ബലിയെറുക്കാൻ തയ്യാറായ മകന്റെ പിതാവിന്റെ കഥ. ചരിത്രമാണത്, ഖുർആൻ പറഞ്ഞ ചരിത്രം, അല്ലേ? അത് കേൾക്കുന്നു നാം, അത് അംഗീകരിക്കുന്നു നാം, അത് മനസ്സിലാക്കുന്നു നാം. ആ ഓർമ്മ പുതുക്കി ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു നാം. എന്നാ ഒന്ന് ആലോചിച്ചു, നമ്മളെ മഹാന്മാരെ മാതിരിയാ ഇബ്രാഹിം നബി എങ്കിൽ അതിൽ വല്ല ത്യാഗം ഉണ്ടാവോ? കാരണം എന്താ? നമ്മളെ മഹാന്മാർക്ക് ഇന്നലെ കഴിഞ്ഞത് അറിയും, നാളെ വരാനുള്ളത് അറിയും, മറ്റന്നാൾ വരാനുള്ളത് അറിയും, അള്ള കാണും പോലെ കാണുകയും കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്യും. അതേമാതിരിയാ ഇബ്രാഹിം നബി എങ്കിൽ സ്വപ്നം കാണൂ എന്നുള്ളതന്നെ മുൻകൂട്ടി അറിയും. അതവിടെ നിൽക്കട്ടെ. ഒരു കഥ എവിടുന്നെങ്കിലും തുടങ്ങണ്ട. പണ്ട് ഈ ഒരു പാമ്പ് വേറൊരു പാമ്പിന്റെ വാല് വിഴുങ്ങാൻ തുടങ്ങി. അപ്പൊ ഈ പാമ്പ് മറ്റേ പാമ്പിന്റെ വാലും വിഴുങ്ങാൻ തുടങ്ങി. അവസാനം എന്താ ആകുക? ഇതിങ്ങനെ വിഴുങ്ങി വരികയാണ്. ഇത് എവിടുന്നെങ്കിലും ഒന്ന് തുടങ്ങണമല്ലോ. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് തുടങ്ങുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നം കാണുക, എന്ത്? മോനെ ബലിയിറക്കണം. കണ്ടു. കാണുമ്പോ തന്നെ ഇബ്രാഹിം നബി വരാൻ പോണവും കാണും, അറിയും, അല്ലേ? അറിയണ്ടേ? നാളെ വരാൻ പോണത് അറിയണം. നമ്മളെ ബീവിമാരും തങ്ങന്മാരും ഒക്കെ അറിയെങ്കിൽ ഇബ്രാഹിം നബി എന്തായാലും അറിയണ്ടേ? അപ്പൊ എന്താ? അതിങ്ങനെ അറക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ ആ ആടിനെയായിട്ട് വന്നിട്ട് മോനെ അറക്കണ്ട, ആട്ടിനെ അറുത്താൽ മതി എന്ന് പറയുന്നു. ഇതാദ്യം തന്നെ മനസ്സിലാക്കിയ ഈ വല്ല ത്യാഗമുണ്ടോ? ഇവിടെ നാളെ രാവിലെ ഒരു പോലീസുകാരൻ, സ്പെഷ്യൽ ബ്രാഞ്ചുകാരൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങളല്ലേ എന്താ കളരിക്കണ്ടി മുഹമ്മദ്, നിങ്ങളോട് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു CI. അപ്പൊ ഇയാളാകെ ബേജാറായി. കാരണം എന്താ? ഇതുവരെ സ്റ്റേഷനിൽ പോയിട്ടില്ല, ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പൊ അയാൾ ഇങ്ങനെ ഇവിടുത്തെ ലീഗിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവിനെ കണ്ട് പറയും, ഇങ്ങനെ എന്നോട് SI ചെല്ലാൻ പറഞ്ഞു, CI ചെല്ലാൻ പറഞ്ഞു, എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പോയിക്കോ, ഞാൻ വിളിച്ചു പറയാ എന്നൊക്കെ പറഞ്ഞാലും ഇയാളുടെ സ്റ്റേഷനിൽ എത്തുന്നത് വരെ ഒരു ബേജാറാവും. അങ്ങനെ അയാൾ ഇവിടുന്ന് ബസ് കയറി ഉള്ളിയേരി എത്തി. കോഴിക്കോട് വണ്ടിയിലാണ് കയറിയത്. ബാലുശ്ശേരി പോകാൻ വേണ്ടി അവിടെ ഇറങ്ങി താമരശ്ശേരിക്കുള്ള ഒരു ബസ് കയറി ഒരു സീറ്റിലിരുന്നു. അപ്പൊ അടുത്തുള്ള ആൾ ചോദിച്ചു, നിങ്ങളേട്ടാ? ഞാൻ പോലീസ് സ്റ്റേഷനിലാണ്. എന്താ പോലീസ് സ്റ്റേഷനിൽ? അത് എന്നോട് CI ചെല്ലാൻ പറഞ്ഞു. എന്താ നിങ്ങളുടെ പേര്? എൻ്റെ പേര് കളരിക്കണ്ട് മുഹമ്മദ് എന്നാണ്. നിങ്ങളല്ലേ മുഹമ്മദ്? CI ഇന്നലെ പറയണത് കേട്ടിരുന്നു. നിങ്ങൾ മുമ്പ് ബാലുശ്ശേരി വന്നപ്പോ റോഡപകടത്തിൽപ്പെടാൻ പോയ ഒരു കുട്ടിയെ നിങ്ങൾ പിടിച്ച് രക്ഷപ്പെടുത്തിയെന്നും അതിന്റെ പേരിൽ നിങ്ങൾക്കൊരു സമ്മാനം തരണമെന്നും CI പറഞ്ഞിരുന്നു. നിങ്ങളാണ് ആളില്ലേ? നീ പോലീസുകാരൻ ചോദിച്ചു. അതോടുകൂടി എന്തായി? നമ്മളൊന്ന് നേർന്നിരുന്ന്. പിന്നെ മൂപ്പര് ബാലുശ്ശേരി സ്റ്റാൻഡിൽ ഉള്ളിയേരി ഇറങ്ങിയ മാതിരിയല്ല. ഉള്ളിയേരി ഇറങ്ങുമ്പോ കയ്യും കാലും വരച്ചിട്ട് ബസ്സിന്റെ ബോർഡ് വരെ കാണൂല. ബാലുശ്ശേരി ഇറങ്ങുമ്പോഴോ നെഞ്ചൊക്കെ വിരിച്ച് കുപ്പായ കൈയൊക്കെ ഒന്ന് കയറ്റി സ്റ്റഡി ആയിട്ട് നിൽക്കും. കാരണം എന്താ? എന്തിനാ CI വിളിച്ചതെന്ന് മൂപ്പർക്ക് മനസ്സിലായി. പിന്നെ ത്യാഗം ഉണ്ടോ? അപ്പൊ ഇത് കണ്ടിട്ട് ഒരാൾ നമ്മളെ മുഹമ്മദ് ഭയങ്കര സാധന കേട്ടോ, അപാര ധൈര്യ, സ്റ്റേഷനിലേക്ക് പോണ കണ്ടില്ല, ഒരു പേടിയില്ലല്ലോ പഹയന്.
എന്നൊരാൾ പറഞ്ഞാൽ ആ പറച്ചിലൊരർത്ഥമില്ല. കാരണം മുഹമ്മദിന് അറിയാം എന്തിനാ ചെല്ലുന്നത്. ഇതേമാതിരി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ ത്യാഗം എപ്പോഴാ? മകനെ ബലിയെറുക്കേണ്ടി വരും എന്ന ഉറപ്പിലാ ഇബ്രാഹിം നബി പോകുന്നത്, അല്ലാതെ നാളെ നടക്കുന്നത് അറിഞ്ഞിട്ടല്ല. ഇത് വിശ്വസിക്കൽ നിർബന്ധമല്ലേ? ബലിപെരുന്നാക്ക് നിർബന്ധാണല്ലോ. ഇബ്രാഹിം നബി എന്ന മഹാൻ നാളെ നടക്കുന്ന സംഗതി അറിഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കാത്തവന് പെരുന്നാളില്ല. ഇബ്രാഹിം നബി അറിയില്ലെങ്കിൽ പിന്നെ മമ്പർ തങ്ങൾ അറിയോ? പിന്നെ മൊഹീദ്ദീൻ ശൈഖ് അറിയോ? പിന്നെ മടവൂർ അറിയോ? പിന്നെ ചെറുവണ്ണൂർ അറിയോ? കാവുന്തറ അറിയോ? വാഗയാട് അറിയോ? ആരാവിനറിയാ? ഏത് ശൈഖ അതിനേക്കാൾ വലുത്? ഏത് ബീവി അതിനേക്കാൾ വലുത്? ഏത് തങ്ങൾ അതിനേക്കാൾ വലുത്? ആലോചിച്ച് നോക്കണ്ടേ നമ്മള്? അപ്പൊ അന്ന് നമ്മൾ മുജാഹിദുകൾ പറയുന്നു ബാക്കി 364 ദിവസവും കൂടി നമ്മൾ എന്ത് ചെയ്താൽ മതി? മുജാഹിദായ മതി. കാരണം ഇത് അടിസ്ഥാനപരമായ വിഷയമാണ്. അവിടെ പിഴച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് സത്യപ്രബോധനം നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്ത അവന്റെ ദൂതന്മാരോട് പറയുന്നത് പോലും എന്താണെന്നറിയുമോ? വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക്, നബിയെ താങ്കൾക്ക് നാം വഹി നൽകുന്ന കാര്യം താങ്കൾക്ക് മാത്രമല്ല, താങ്കൾക്ക് മുമ്പ് നാം നിയോഗിച്ച ആളുകൾക്കും വഹി നൽകുന്ന കാര്യം എന്താണെന്നറിയുമോ? ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ ജീവിതത്തിലെങ്ങാൻ അല്ലാഹുവിനെ പങ്കുചേർത്ത് പോയാൽ, ശിർക്ക് ചെയ്താൽ, ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ വെറുതെയാകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നാളെ പരലോകത്ത് നിങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അതാ മുജാഹിദുകൾ പറയുന്നത് ചെയ്യരുത്. അത് നമ്മളെ കൊണ്ട് പിശാചി ചെയ്യിച്ചാലോ പിന്നെ വേറെ ഒന്നും നോക്കണ്ട, പിന്നെ വേറെ ഒന്നും പിശാചിന് ആലോചിക്കേണ്ടതില്ല. ഇത് ചെയ്ത് പിശാചിന്റെ ലക്ഷ്യം എന്താ? മനുഷ്യന്മാരെ നരകത്തിൽ എത്തിക്കാന്നല്ലേ. ശിർക്ക് ചെയ്ത ഒരുത്തനെ കൊണ്ട് പിന്നെ കള്ളു കുടിപ്പിക്കേണ്ട ആവശ്യമില്ല പിശാചിന്. കാരണം എന്താ? അതോടുകൂടി അവൻ ഓൾറെഡി നരകത്തിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഈ വേര് പിഴുതെടുക്കാനാണ് പിശാചി എപ്പോഴും ശ്രമിക്കുക. അതുകൊണ്ട് നമ്മളെ വേര് നമ്മൾ ഉറപ്പിക്കണം, നമ്മളുടെ വേര് നമ്മൾ ഉറപ്പിക്കണം. അതിൽ തെറ്റിപ്പോകാൻ പാടില്ല, അതിൽ പിഴച്ചു പോകാൻ പാടില്ല. അതിൽ നിന്ന് പിഴപ്പിക്കാനുള്ള ഒരുപാട് തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമായി പിശാചി വിലസിക്കൊണ്ടിരിക്കും. അതിനാണ് മാല. ഈ വിശ്വാസം തകർക്കാൻ അല്ലേ? ഈ വിശ്വാസം മഹാന്മാരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. എങ്ങനെ? ഇസ്ലാം പഠിപ്പിച്ചതുപോലെ. കഅബയുടെ അടുത്ത് 2 കല്ല് ഇങ്ങനെ നിന്നാൽ, തിരക്കില്ലാത്തപ്പം നിന്നാൽ, ഇടത്തൊരു കല്ല് വലത്തൊരു കല്ല്, ഒരു ഭാഗത്ത് ഹജറുൽ അസ്വദ്, ഒരു ഭാഗത്ത് മഖാം ഇബ്രാഹിം അല്ലേ? എല്ലാവർക്കും അറിയാം, ഹജ്ജിന് പോയ ആളുകൾക്കൊക്കെ. ഒരു കല്ല് ചുംബിക്കണം, കഴിയുമെങ്കിൽ ചുംബിക്കണം, അല്ലെങ്കിൽ തൊട്ടുമുത്തണം, അല്ലെങ്കിൽ കൈകൊണ്ട് ആംഗ്യം കാണിക്കണം. എന്നാ ഇപ്പുറത്തുള്ള കല്ല് തൊടാനും പാടില്ല, ചുംബിക്കാനും പാടില്ല, ആംഗ്യം കാണിക്കാനും പാടില്ല. അതിന്റെ അപ്പുറത്ത് പോയി 2 റക്അത്ത് നിസ്കരിക്കണം. എന്തേ? 2 കല്ലല്ലേ? എന്താ ഒരു കല്ലിങ്ങനെ മറ്റേ കല്ലങ്ങനെ? അതാണ് അള്ളാന്റെ തീരുമാനം. കഅബാലയം ഒരു ചതുരാകൃതിയിലുള്ള കെട്ടിടം, ഒരു മൂലയിൽ ഹജറുൽ അസ്വദ്, ഇപ്പുറത്ത് റുക്നുൽ യമാനി. ഈ 2 മൂലകൾക്കുമുള്ള പ്രത്യേകത അപ്പുറത്തുള്ള ശാമി മൂലക്കില്ല. ഉണ്ടോ? അപ്പുറത്തുള്ള മറ്റൊരു 2 മൂലകൾക്കുണ്ടോ? ഇല്ല. ഇപ്പുറത്ത് തൊടാൻ പറഞ്ഞിട്ടില്ലേ? എന്നാ പിന്നെ അപ്പുറത്തും തൊടട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോയി തൊടാൻ പാടുണ്ടോ? എന്തേ? അള്ളാഹ് പഠിപ്പിച്ചതുപോലെ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ. ഇതുപോലെ മഹാന്മാരെ ബഹുമാനിക്കണം, മഹാന്മാരെ ആദരിക്കണം. പക്ഷെ അവരോട് തേടാൻ പഠിപ്പിച്ചില്ല. പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിൽ നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞില്ല. അവരുടെ ഖബറുകൾ കെട്ടിയുയർത്താൻ പറഞ്ഞില്ല. അവിടെ നേർച്ച നടത്താൻ പറഞ്ഞില്ല. അവിടെ ഉറൂസ് നടത്താൻ പറഞ്ഞില്ല. നിങ്ങൾ നോക്കൂ, നമ്മളുടെ നാടുകളിൽ മഹാന്മാരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി അവിടെ നേർച്ചകൾ നടത്തുന്നു, അവിടെ ഉറൂസുകൾ നടത്തുന്നു. ആരാ സഹോദരന്മാരെ ഇത് പഠിപ്പിച്ചു തന്നത്? അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് രക്തസാക്ഷികളായ മഹാന്മാർ, മഹദികൾ. സുമയ്യ റളിയല്ലാഹു അൻഹ മക്കയിലെത്തിയ, മദീനയിലെത്തിയാൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർ, ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തവർ ഒരാളുടെ ഖബറെങ്കിലും കെട്ടിപ്പൊക്കിയോ? അവിടെ നേർച്ച നടത്തിയോ? ഉറൂസ് നടത്തിയോ? എന്തെങ്കിലും ഒരു ആചാരം, അനുഷ്ഠാനം സംഘടിപ്പിച്ചോ? പിന്നെ നമ്മൾ എന്തിനു സംഘടിപ്പിക്കണം? അതേപോലെ അവരുടെ ജന്മദിനം ആഘോഷിച്ചോ? ആഘോഷിച്ചില്ല. ഇപ്പൊ കണ്ടില്ലേ ബഹുമാനത്തിന്റെ പുതിയ രൂപം? എന്താ? റസൂലിന്റെ മുടിയെന്നാണ്.
ഇങ്ങനത്തെ ഒരു മുടിക്കുരുക്കിൽ ഇന്നേ വരെ ഒരാളും പെട്ടിട്ടില്ല. കച്ചവടം. മുടിയുടെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ ബോംബെ പോയി മുടി വാങ്ങുക, എന്നിട്ടത് ഗൾഫ് കൊണ്ടുപോയാൽ അറബിക്ക് കൊടുക്കുക, എന്നിട്ട് അറബി കേരളത്തിൽ വന്ന് മൂപ്പർക്ക് തന്നെ കൊടുക്കുക. പണ്ട് അങ്ങനെയാ. എന്ത്? കൊല്ലം തികയുമ്പോ സക്കാത്ത് കൊടുക്കണം. കൊടുക്കാനുള്ള വഴി എന്താ? കൊല്ലം തികയന്റെ തലേന്ന് പറയാ പെണ്ണോട്, എന്റെ സ്വത്ത് മുഴുവൻ ഞാനക്ക് തന്നെ. അപ്പൊ എന്റെ സ്വത്ത് മുഴുവൻ ആർക്കായി? എന്റെ പെണ്ണുങ്ങൾക്കായി. ഒരു കൊല്ലം തികയണല്ലോ. ഇത് കൊല്ലം തികഞ്ഞിട്ടില്ല, കൊല്ലത്തിന് ഒരു ദിവസം മുമ്പേ ഞാൻ കൊടുത്തത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയാ, ഇതാ നിങ്ങളെ പറമ്പൊക്കെ ഇങ്ങനെ തന്നെ എടുത്തോളൂ, എനിക്ക് വേണ്ട, ഞാൻ ഇങ്ങോട്ട് വാങ്ങി. പിന്നെ ഒരു കൊല്ലം തികയാൻ നോക്കുമ്പോ ഞാൻ എന്റെ പറമ്പൊക്കെ വന്നു. 10 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ കൊടുക്കുക. ഈ ജാതി ഏർപ്പാടാ. കാരണം എന്താ? ഇത് മൂപ്പര് ബോംബെന്ന് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന ഒരു വില ആർക്കും ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു വില ഉണ്ടാണ് എന്ത് വേണം? ഇത് അറബി കൊടുത്തതാണ് എന്ന് പറഞ്ഞു. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഈ മുടിക്ക് ഒരു വിലയില്ല. എന്താ കാരണം? ചിലർ ചോദിക്കണ്ടല്ലോ, സനതുണ്ടോ സനതുണ്ടോ എന്ന്. ഇനി സനത് കിട്ടിയെന്ന് വിചാരിക്കുക, നടക്കാത്ത സംഗതി നമുക്ക് ആലോചിക്കാലോ. സനത് കിട്ടിയെന്ന് വിചാരിക്കുക, എന്നാ പോലും മുജാഹിദുകൾക്ക് സ്വീകാര്യമില്ല. എന്താ കാരണം? സനദിന്റെ അറ്റത്തുള്ള രണ്ടാളെ പറ്റി വളരെ കൃത്യമായി മുജാഹിദ് നിങ്ങൾക്ക് അറിയാം. അഹമ്മദ് ഖദ്റജിനെ പറ്റി അറിയാം, കാന്തപുരത്തിനെ പറ്റിയും അറിയാം. ഓല രണ്ടാളും വിശ്വസിക്കറ്റൂല. സനത് ചോദിക്കണ അതിനല്ലേ. ആരെങ്കിലും തന്നാ മതിയെങ്കിലും സനത് വേണ്ടല്ലോ. സനദിലുള്ള ആളെ പറ്റി ചില നിബന്ധനകളുണ്ട് സ്വീകരിക്കാൻ. ആ നിബന്ധനകൾ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് രണ്ടാക്കി വെക്കൂല. അതുകൊണ്ട് തന്നെ മുജാഹിദുകൾക്ക് ഇതൊരു വിഷയമല്ല. ബാക്കിയുള്ളവരെ സനത് ചോദിക്കണുള്ളൂ, മുജാഹിദുകൾക്ക് സനതും വേണ്ട. ഇത് എവിടെ കിട്ടിയെന്ന് പറയണത്? അത് കിട്ടി. എന്നിട്ട് കിട്ടിയപ്പോ എന്താ? നബി സല്ലല്ലാഹു അലൈഹി റസൂല് മുടിക്കുന്നതാടാ ഇത്ര നീളം. അതെന്താ ഇങ്ങനെ നീണ്ടു കിടക്കണത്? അതോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഒരു വർഷം 1.7 സെന്റിമീറ്റർ മുതൽ 2.8 സെന്റിമീറ്റർ വരെ വളർന്നുകൊണ്ടിരിക്കും. ഇതാരെ പഠിപ്പിച്ചത്? ഇതാരെ പറഞ്ഞത്? എപ്പോഴാ ഇത് തുടങ്ങിയത് വളരാൻ? എന്നിട്ട് സഹാബത്തൊന്നും അങ്ങനൊന്നും പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. റസൂലിന്റെ മുടി നീളാൻ തുടങ്ങി. നീളും എന്ന് മാത്രമല്ല, ഇയാൾക്ക് എവിടുന്ന ഇത്ര അധികം മുടി കിട്ടിയത്? നമ്മളെ നാട്ടിലുള്ള ഒരു പാർട്ടീനെ പറ്റി പറയാറുള്ളത് പോലെ വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യും എന്ന് പറയുന്നത് പോലെ റസൂലിന്റെ മുടി വളരുകയും ചെയ്യും പിളരുകയും ചെയ്യും. വളരലും പിളരലും മാത്രമല്ല, സ്വലാത്തൊക്കെ കേൾക്കുമ്പോ മുടി ഇങ്ങനെ വലിയമാരെ മാതിരി ആടുന്ന. മാഷാ. ഇപ്പോഴോ സനതുണ്ടോ? ഇല്ല. ഇവിടെ സനതുണ്ട് എന്ന് പറഞ്ഞിട്ട് വായിച്ച സനത് എന്റെ വാപ്പ ഇന്നയാള്, അയാളെ വാപ്പ ഇന്നയാള്, അയാളെ വാപ്പ ഇന്നയാള്. കുടുംബ പരമ്പര ആർക്ക് വേണം? ഇല്ല. ഇപ്പോഴോ? ഇപ്പൊ ഞങ്ങളെടുത്ത് ആധാരേ ഉള്ളൂ, അടിയാധാരം രജിസ്റ്റർ ഓഫീസിലാണ്. അടിയാധാരം മൂപ്പരോട് ചോദിച്ചപ്പോ അത് ബാങ്കിൽ ലോണിന് വെച്ചിരിക്കുകയും ചെയ്യാണ്. ഇനി എവിടുന്ന് കിട്ടും? എന്തിനീ സമുദായത്തെ കൊണ്ട് ഇത്തരം തിന്മകൾ ചെയ്യിക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലത്ത് മുടി എടുത്തു വെച്ച സഹാബികളുണ്ട്. അവരാരെങ്കിലും ഏതെങ്കിലും ഒരു ഖലീഫക്ക്, ഏതെങ്കിലും ഒരു സഹാബിക്ക് തോന്നിയോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി വെക്കാൻ ഒരു പള്ളി ഉണ്ടാക്കണമെന്ന്? വേണ്ട. ഉള്ള പള്ളിയിൽ, വേറെ പുതിയ പള്ളിയൊന്നും ഉണ്ടാക്കണ്ട, ഉള്ള പള്ളിയിൽ ഒരു കുപ്പിയിൽ ഇത് വെക്കണമെന്ന് തോന്നിയില്ല. എന്തേ തോന്നാത്തത്? അള്ളാഹുവിന്റെ റസൂൽ അവരെ അത് പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂല് അവരെ അത് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരത് സ്വീകരിച്ചതില്ല. ഇപ്പോഴെന്താ? ഇപ്പൊ കുറെ ഈ ജാതി ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കണം. പിന്നെയോ വേറെ ആരോ പറഞ്ഞത്രേ, ഇത് കാന്തപുരത്തിന് മുമ്പൊരു മുടി ഉണ്ടായിരുന്നു അവിടെ, 2-3 കൊല്ലം മുമ്പ് വന്ന മുടി. ഈ ചില അമ്മായി അമ്മമാരെ പറ്റി പറയും, രണ്ടാമത്തെ പുതിയണ്ണ് വന്നപ്പോ ആദ്യത്തെ പുതിയണ്ണിനോട് ഭയങ്കര ദേഷ്യാണ്. അതേമാതിരി രണ്ടാമത്തെ മുടി കിട്ടിയപ്പോ ആദ്യത്തെ മുടി ഡിം. അതിനോട് ആർക്കും ഒരു താല്പര്യമില്ല, ഒരു ബഹുമാനമില്ല, ഒരു ആദരവുമില്ല. എന്നിട്ടോ? കാരണം എന്താ? അത് വളരുകയുമില്ല പിളരുകയുമില്ല, അങ്ങനെ തന്നെ കിടക്കണ മുടിയാണ്. ഈ മുടി കൊണ്ടു നടന്ന് അതിങ്ങനെ പറഞ്ഞു നടന്നപ്പോ ഒരു കൂട്ടർ പറഞ്ഞു, ഇതിന് എതിർത്ത കൂട്ടര്, അത് ഈ മുടി കൊണ്ടുവന്ന മൊയിലേറെ മുടി തന്നെയാണ്, കാന്തപുരത്തിന്റെ മുടി തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അക്കൂട്ടത്തിൽപ്പെട്ട വേറൊരു മൊയിലേര് പറഞ്ഞു, പൊന്നാര ചെങ്ങായിമാരെ അങ്ങനെ പറയല്ലേ. കാരണം അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളം കുടിക്കണതിനേക്കാൾ ആള് അത് കുടിക്കാനാണ് ഉണ്ടാകുക. വെറുതെ ആ ജാതി വർത്താനെന്ന് പറഞ്ഞിട്ട് അലമ്പ് ഉണ്ടാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു എന്നാണ്.
മുജാഹിദികൾ മുമ്പ് എന്താണോ ചോദിച്ചത് അതിപ്പോ ആളുകൾ ചോദിക്കാൻ തുടങ്ങി. സനത് സനത് എന്ന് പറഞ്ഞാൽ മുജാഹിദികൾ പണ്ട് പറഞ്ഞു സനത് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഹദീസിന്. ആരെങ്കിലും അല്ലെ ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാക്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല നബിയേ. ഖാല റസൂലുള്ളാഹി. എത്ര ഉറുദി പറഞ്ഞതാ മൗലവിമാര് അന്ന് പറഞ്ഞു. മുജാഹിദുകൾ പാച്ച നുണയാ പറയണത്, സനദില്ല, വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു. നിങ്ങളൊരു സനദും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ സനദ് ചോദിച്ചില്ലേ? നേരത്തെ ഹിലാൽ കമ്മിറ്റി കൊണ്ട് പറഞ്ഞ മാതിരി ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി ഹദീസ് എന്ന് പറഞ്ഞാൽ മൗലവിമാര് പറഞ്ഞാ പോരാ, അതിന്റെ അപ്പുറം ഒരു സനദും കൂടി വേണം. അംഗീകരിച്ചില്ലേ ജനങ്ങളത്? അംഗീകരിച്ചില്ല ഈ സമൂഹം. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം. ഈ പ്രവർത്തനം ആരെയെങ്കിലും ആക്ഷേപിക്കാനല്ല, ആരെയെങ്കിലും കുറ്റപ്പെടുത്താനല്ല, ആരെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനല്ല, മറിച്ച് ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ വിശ്വാസിയോടുമുള്ള സ്നേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അല്ലേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. മെയ് മാസം 25-ാം തീയതി ഒരു രക്ഷിതാവ് പുറത്തേക്ക് ഇറങ്ങുക. എന്തിനാ ഇറങ്ങണത്? അടുത്ത ആഴ്ച സ്കൂൾ തുറക്കാണ്. മകന് 3-ാം ക്ലാസ്സിലാ പഠിക്കുന്നത്. 1-ാം ക്ലാസ്സിൽ വാങ്ങിക്കൊടുത്ത ബാഗാണ് 1-ൽ ഉപയോഗിച്ചു, 2-ൽ ഉപയോഗിച്ചു, ഇപ്രാവശ്യം 3-ലേക്ക് ജയിച്ചു. ഇപ്പൊ ബുക്കിട്ട ബുക്ക് അതിലുണ്ടാവും, പെൻസിൽ ഉണ്ടാവില്ല, റബ്ബർ ഉണ്ടാവില്ല, കളർ ഉണ്ടാവില്ല, ഒക്കെ പല മൂലകളിലൂടെ താഴേക്ക് വരും. കുറെ കാലമായി പറയുന്നു. അപ്പൊ പറഞ്ഞു അടുത്ത കൊല്ലം വാങ്ങിച്ചു തരാം. എങ്ങനെ വാങ്ങിക്കും? ജീവിതത്തിൽ 100 രൂപയുടെ 200 രൂപയുടെ വരുമാനമാണ് ദിവസം. ഭക്ഷണം കഴിക്കണം, അതിനിടയിൽ രോഗം, ഇതിനിടയിൽ സൂക്ഷിച്ചു വെച്ച ഒരു പെട്ടി, ആ പെട്ടിയിലിട്ട് 200-ആയി, 205-ആയി, 206-ആയി, 206-50-ആയി, അങ്ങനെ 250 രൂപ ആ പെട്ടിയിൽ നിന്നെടുത്ത് ആ കോയിനും തരയിൽ സൂക്ഷിച്ച് അങ്ങാടിയിലേക്ക് പോകുന്ന രക്ഷിതാവ്. എന്തിന്? മോനെ ബാഗ് വാങ്ങണം. ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുന്നത് കണ്ടപ്പോ മോൻ ചോദിച്ചു, എന്താ വാപ്പാ? അടാ അനക്കിന്നൊരു ബാഗ് കൊണ്ടുവന്നു ഞാൻ, പുതിയ ബാഗ് എന്ന് പറഞ്ഞ് വാപ്പ വരുന്നത് കാത്ത് ആ വീടിന്റെ വരാന്തയിലിരിക്കുന്ന മകനുണ്ട്. അങ്ങാടിയിലെത്തിയപ്പോ അയൽക്കാരൻ വരുന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു, മുഖമാകെ ക്ഷീണിച്ച് വിവശമായിരിക്കുന്നു. എന്തേ പറ്റി? എന്തു പറ്റി? ആ രക്ഷിതാവിന്റെ മറുപടി, മകൻ ഹോസ്പിറ്റലിലാണ്, ഒരാഴ്ചയായി ആശുപത്രിയിൽ കിടക്കുന്നു, മരുന്ന് കഴിക്കാനുള്ള മരുന്ന് ആശുപത്രിയിലില്ല, പുറത്തുനിന്ന് വാങ്ങണം, പലരോടായി കടം വാങ്ങി, ഇനി ആരോട് കടം ചോദിക്കും, എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ച് പ്രയാസപ്പെടുകയാണ് ഞാൻ എന്ന് അയൽക്കാരൻ പറയുമ്പോ ഒരു മടിയും കൂടാതെ, പ്രിയപ്പെട്ട സുഹൃത്തെ, ഇതാ 250 രൂപ എന്റെ കയ്യിലുണ്ട്, കോയിനാണെന്ന കുഴപ്പമേ ഉള്ളൂ, ഇതാ കൊണ്ടുപോകൂ, നിങ്ങളുടെ മകന് മരുന്ന് വാങ്ങിക്കൊടുക്കൂ എന്ന് പറയാൻ ഈ മനുഷ്യനെ പ്രേരിപ്പിച്ച വികാരം എന്ത്? കൊടുത്താൽ നാളെ പത്രത്തിൽ എന്റെ ഫോട്ടോ വരുന്നു വിചാരിച്ചിട്ടല്ല. ഇത് ചെയ്താൽ നാളെ അങ്ങാടിയിൽ 100 നോട്ടീസ് വിതരണം ചെയ്യപ്പെടുമെന്ന് വിചാരിച്ചിട്ടല്ല. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ. അണുമണിത്തൂക്കം നന്മ ഞാൻ ചെയ്താൽ എന്റെ റബ്ബിന്റെ കോടതിയിൽ എനിക്കത് ഉപകാരം കിട്ടും. ഇയാൾ കൊടുത്തു. ഇനി എന്തിനങ്ങാടിയിൽ പോകണം? തിരിച്ചു പോകുമ്പോ അയാൾക്കറിയാം തനിക്കിന്ന് പുതിയ ബാഗുമായി തന്റെ പിതാവ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടുകൂടി വീട്ടിന്റെ വരാന്തയിലിരിക്കുന്ന ചാടിക്കളിക്കുന്ന കുട്ടി. വീട്ടിലെത്തിയ ആ കുട്ടിയോട് വിഷയം പറയുമ്പോ ആ കുട്ടി ഒന്ന് കരഞ്ഞ് പിന്നെ മിണ്ടാതിരിക്കുന്നു. ഭാര്യ ഭർത്താവ് ചെയ്ത ആ പ്രവർത്തനത്തിന് പിന്തുണ നൽകുന്നു. എന്തിന്? പരലോകത്ത് ഗുണം കിട്ടാൻ. ഇങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ഈ നന്മയെ ജാറങ്ങളിൽ നിന്ന് ജാറങ്ങളിലേക്കുള്ള തീർത്ഥയാത്രകൾ കൊണ്ട് നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. നിങ്ങളുടെ ഈ നന്മയെ
മുഹീദ്ദീൻ ശൈഖിനോടുള്ള, ബദരീങ്ങളോടുള്ള, റിഫായിയോടുള്ള, അതേപോലെ മമ്പുറത്തും മടവൂരിലും ചെറുവണ്ണൂരിലും മരിച്ചു കിടക്കുന്ന മഹാന്മാരോടുള്ള പ്രാർത്ഥനയിലൂടെ, തേട്ടങ്ങളിലൂടെ നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. നിങ്ങളുടെ ഈ നന്മകളെ നേർച്ചകളിലൂടെ, അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുന്ന നേർച്ചകളിലൂടെ നിങ്ങൾ നിസ്സാരമാക്കി കളയരുത്. നിങ്ങളുടെ ഈ നന്മകളെ, അല്ലാഹുവിന്റെ തുലാസിൽ കനം തൂങ്ങുന്ന ഈ നന്മകളെ മൗലിദുകളിലൂടെ, റാത്തീബുകളിലൂടെ നിങ്ങൾ നശിപ്പിച്ചു കളയരുത് എന്ന സ്നേഹപൂർവമായ ഒരപേക്ഷ മാത്രമാണ് മുജാഹിദുകൾക്ക് ഈ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കാനുള്ളത്. കേൾക്കാം, സ്വീകരിക്കാം. സൗകര്യപ്പെടുന്ന ആളുകൾക്ക് സ്വീകരിക്കാം. സ്വീകരിക്കാത്ത ആരോടെങ്കിലും മുജാഹിദുകൾക്ക് വിരോധമില്ല. ഈ പ്രദേശത്ത് മുജാഹിദുകൾ വന്നു, പരിപാടികൾ സംഘടിപ്പിച്ചു, അലങ്കോലപ്പെടുത്തപ്പെട്ട പരിപാടികളുണ്ട്, വിജയകരമായി നടന്ന പരിപാടികളുണ്ട്. 10ഓ 100ഓ പരിപാടികൾ നടന്നു. ഒരാൾ പോലും മുജാഹിദായില്ലെന്ന് വിചാരിക്കുക. എങ്കിലും മുജാഹിദുകൾക്ക് സങ്കടമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തയച്ച് ഈ ദീന് പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു അയച്ച അല്ലാഹുവിന്റെ നബിമാർ, അവർ പരലോകത്തെ ഹാജരാക്കപ്പെടുമ്പോ ചില നബിമാരുടെ കൂടെ 1 അല്ലെങ്കിൽ 2 ആളുകൾ മാത്രമുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. എങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ ഇത് പറയണം? അതിനുള്ള മറുപടി മഅ്ദിറതൻ ഇലാ റബ്ബിക്കും. ഈ മനസ്സിലായ സത്യം ജനങ്ങളോട് വിളിച്ചു പറയണമെന്നത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശമാണ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ്. എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം ആളുകൾ എപ്പോഴും സത്യത്തിൽ നിലകൊണ്ടുകൊണ്ടുണ്ടാകും. ലാ യളുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. ആരെങ്കിലും അവരെ ആക്ഷേപിച്ചാൽ, ആരെങ്കിലും പരിഹസിച്ചാൽ, ആരെങ്കിലും കല്ലെറിഞ്ഞോടിച്ചാൽ, ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അവരോട് അപമര്യാദയായി പെരുമാറിയാൽ, അതൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് ഈ ഹക്ക് സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയാൻ എന്റെ സമുദായത്തിൽ ഒരു വിഭാഗമുണ്ടാകും എന്ന് അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. ആ വിഭാഗം എന്ന നിലയിൽ ഈ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ പറഞ്ഞതിന് റബ്ബ് സാക്ഷിയാണ്. റബ്ബേ, നിന്റെ സന്ദേശം, നിന്റെ പ്രവാചകന്റെ സന്ദേശം ഇവിടെ ഞങ്ങൾ കേൾപ്പിച്ചു എന്നതിന് നീ സാക്ഷിയാണ്. ആരൊക്കെ കേട്ടു എന്ന് നിനക്കറിയാം. ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നവരെ ഞങ്ങൾ കണ്ടു. പീടികയുടെ മറവിൽ, വീടുകളുടെ വരാന്തകളിൽ, ഏതെങ്കിലും മരച്ചുവട്ടിൽ ഈ വാക്കുകൾ കേട്ടവരെ നീ കണ്ടിട്ടുണ്ട്, നീ അവരെ അറിഞ്ഞിട്ടുണ്ട്. നാഥ, ആ ആളുകൾക്ക് സത്യം സ്വീകരിക്കാനുള്ള ബുദ്ധി, സന്മനസ് നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. പറയാനല്ലാതെ ആരുടെയും മനസ്സിന്റെ ആഴങ്ങളിൽ ഇത് പതിപ്പിക്കാനുള്ള കഴിവ് ദുർബലന്മാരായ ഞങ്ങൾക്കില്ല റബ്ബേ. ഞങ്ങൾ ഇത് പറഞ്ഞ കാര്യം അത് മനസ്സിലാക്കാൻ, സ്വീകരിക്കാനുള്ള മനസ്സ്, സൽബുദ്ധി നീ ആളുകൾക്ക് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങളുടെ വാക്കിൽ വല്ല പോരായ്മയും വന്നുപോയിട്ടുണ്ടെങ്കിൽ റബ്ബേ, നിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നീ അത് ഞങ്ങൾക്ക് പൊറുത്തു തരണമേ തമ്പുരാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ റബ്ബേ. പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി എല്ലാവരുടെയും പ്രയാസങ്ങൾ അറിയുന്നവൻ നീയാണ്. ആ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ തമ്പുരാനെ. മാരക രോഗങ്ങൾ കൊണ്ട് ആശുപത്രികളിൽ, വീടുകളിൽ കഷ്ടപ്പെടുന്ന ആളുകൾ, സ്വന്തം പായയിൽ മലമൂത്ര വിസർജനം നടത്തുന്ന ആളുകൾ, ഒരു തുള്ളി വെള്ളം പോലും വായിലൂടെ കുടിക്കാൻ കഴിയാതെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിട്ട കുഴലുകളിലൂടെ ജലരൂപത്തിലുള്ള ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഞങ്ങളുടെ നാട്ടുകാരിലുണ്ട്, ഞങ്ങളുടെ കുടുംബക്കാരിലുണ്ട്, ഞങ്ങളുടെ സഹോദരന്മാരിലുണ്ട്. പടച്ച റബ്ബേ, വൈദ്യശാസ്ത്രം നിസ്സഹായരാണ് അവരുടെ മുമ്പിൽ. റബ്ബേ, എല്ലാറ്റിനും കഴിയുന്നവൻ നീയാണ്, അവരുടെ പ്രയാസങ്ങൾ അറിയുന്നവൻ നീയാണ്. ആരോഗ്യവും ഖൈറും നീ അവർക്ക് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.